ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഉം ഹരേ കൃഷ്ണ. അപ്പം നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ പുരുഷോത്തമ മാസം ആചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നുന്നില്ല. ഒരു മാസം എങ്ങനെ കടന്നുപോയെന്ന് നമുക്കറിയില്ല. ഇപ്പം ഇനി അടുത്ത് വലിയൊരു ഇതുള്ളത് കാർത്തിക മാസം അല്ലെങ്കിൽ ദാമോദര മാസം വരാൻ പോവാണ്, ഒക്ടോബർ പകുതിയോട് കൂടി. അപ്പൊ അങ്ങനെ അതാണ് ഇനി വൈഷ്ണവർക്ക് പ്രധാനപ്പെട്ട മാസങ്ങളായിട്ട് വരുന്നത്. ഇന്ന് എത്രാമത്തെ ശ്ലോകം എടുക്കുന്നതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അധ്യായം 5 24 25. 24 25. ഹരേ കൃഷ്ണ. ഹരേ ബോൾ. ഹരേ കൃഷ്ണ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. 25 26 24 കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞായിരുന്നു. 25 26. 25 26. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ 25-ാമത്തെ ശ്ലോകം, അധ്യായം 5 കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം. 25-ാമത്തെ ശ്ലോകം. ലഭന്തേ ബ്രഹ്മനിർവാണാം ഋഷയാ കൽമഷാം ഛിന്നദ്വൈത യദാത്മാനഃ സർവഭൂതഹിതേരതാം. ലഭന്തേ ബ്രഹ്മനിർവാണാം ഋഷയാ കൽമഷാഃ ഛിന്നദ്വൈത യഥാത്മാനഃ സർവഭൂതഹിതേരതാം. ലഭന്തേ ബ്രഹ്മനിർവാണാം ഋഷയാ കൽമഷാഃ ഛിന്നദ്വൈത യഥാത്മാനഃ സർവഭൂതഹിതേരതാം. ഹരേ കൃഷ്ണ. ഞാൻ അബിയ മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. ലഭന്തേ ബ്രഹ്മനിർവാണ ഋഷയാ ക്ഷീണകൽമഷാം ചിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ സുജന മാതാജി. ലവന്തേ ബ്രഹ്മനിർവാണാം ഋഷയാ ക്ഷീണകൽമഷ ചിന്നദ്വൈതാത്മാന സർവഭൂതഹിതേ മദഃ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. ക്ഷീണ കൽമഷ പാപം നീങ്ങിയവരും ചിന്നദ്വൈത രണ്ടെന്നുള്ള ഭാവം നശിച്ചവരും യഥാത്മാനഃ ആത്മസാക്ഷാത്കാര പ്രക്രിയകൾ മുഴുകിയവരും സർവഭൂതങ്ങളുടെ ഹിതത്തിൽ സർവ്വജീവജാലങ്ങളുടെ ഹിതത്തിൽ രഥാഹ തത്പരന്മാരുമായ ഋഷികൾക്ക് ബ്രഹ്മനിർവാണം പരമമുക്തി ലഭന്തേ ലഭിക്കുന്നു. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങൾ തിരക്കിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നവരും സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പോകുന്നു. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ. ഈ വിവർത്തനം ഒന്ന് വായിച്ചേ മാതാജി. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജിയുടെ ഭഗവത്ഗീത ഉണ്ടോ? ഉണ്ട്. എന്നാ സാരമില്ല, നമുക്ക് വായിക്കാം സമയം എടുക്കും. പ്രഭുജി. ഇല്ല ഭാവാർത്ഥം തികഞ്ഞ ഭാവാർത്ഥമല്ല, കൃഷ്ണാവബോധമുള്ളവർക്ക് വിവർത്തനം. സംശയങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട്
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവ പാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർമ്മാണം പോകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. തികഞ്ഞ കൃഷ്ണാവബോധമുള്ളവർക്ക് സർവ്വ ജീവജാലങ്ങളുടെയും ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉറവിടമെന്നറിയുന്ന ഒരാൾ ആ ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് ലോകക്ഷേമത്തിനായി തീരും. പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും കൃഷ്ണനാണെന്ന സത്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യവർഗത്തിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മനുഷ്യരിൽ ഈ ബോധം വീണ്ടും ഉണർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും സർവോത്തമമായ ജനസേവനം. പരമമുക്തി നേടാതെ ഒരാൾക്ക് ഉത്തമമായ ജനക്ഷേമ പ്രവർത്തനം ചെയ്യാനാവില്ല. കൃഷ്ണാവബോധമുള്ളവർക്ക് കൃഷ്ണന്റെ പരമാധികാരത്തെ പറ്റി സംശയമില്ല. കാരണം അവർ തികച്ചും പാപമുക്തരാണെന്നത് തന്നെ ദിവ്യ പ്രേമാവസ്ഥയാണിത്. മനുഷ്യവർഗത്തിന്റെ ശാരീരിക ക്ഷേമത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് വാസ്തവത്തിൽ ആരെയും സഹായിക്കാനൊക്കില്ല. ഭൗതിക ശരീരത്തിനും മനസ്സിനും താൽക്കാലികമായി ഉണ്ടാകാവുന്ന ആശ്വാസം തൃപ്തികരമല്ല. ജീവിതത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾക്ക് കാരണം ഭഗവാനുമായി മനുഷ്യനുള്ള ബന്ധത്തെ മറക്കുന്നതാണെന്ന് കാണാം. കൃഷ്ണനുമായുള്ള ആ ബന്ധത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലായവർ ഭൗതിക ശരീരത്തിൽ തന്നെ ഇരിക്കലും മുക്താത്മാവാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് നമ്മൾ കണ്ടത്. അതിന്റെ വിവർത്തനം തന്നെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലെ. അപ്പൊ സംശയങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതരായവരും. അപ്പോൾ എന്താണ് ഈ സംശയം? സംശയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സംശയമാണല്ലേ, ഭഗവാനാണോ പരമ ദിവ്യോത്തമ പുരുഷൻ എന്നുള്ള സംശയം വരുവാണല്ലേ, അതോ ദൈവമുണ്ടോ ഇല്ലയോ? ദ്വന്ദ്വങ്ങളാണ് അല്ലെ, ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദ്വന്ദ്വങ്ങളിൽ, അതായത് എപ്പോഴും ഒന്നായി നിന്നെ നമ്മളെ രണ്ടെന്ന് കാണുന്നു അല്ലെ. അപ്പൊ ഈ രണ്ടെന്നുള്ള അവസ്ഥ നമ്മളുടെ ജീവിതത്തില് എപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലെ. സുഖവും ദുഃഖവും, അതുപോലെ തന്നെ ഉയർച്ച താഴ്ച, അതുപോലെ തന്നെ എന്താണ് സത്യം, നീതി, ദയ, ദാക്ഷിണ്യം, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ദ്വന്ദ്ങ്ങളായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സംശയം എന്ന് പ്രധാനമായിട്ട് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതി പിടിപ്പിച്ചിരിക്കുന്നതാണോ? എന്നാലും ചിലപ്പോ ഒരുപക്ഷെ എന്താണ്, ദേവിയെ വിളിച്ചാലാണ് ഒരുപക്ഷെ ദേവി പെട്ടെന്ന് പ്രത്യക്ഷമാകും. പക്ഷെ കൃഷ്ണൻ കുറച്ച് താമസമാണ് എല്ലാത്തിനും. അപ്പം അതുകൊണ്ട് കൃഷ്ണന് ശക്തി ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അപ്പൊ ഈ സംശയങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദ്വന്ദ്വങ്ങൾ. അപ്പൊ ഈ സംശയങ്ങൾ മൂലം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ദ്വന്ദ്വങ്ങൾ ഉണ്ടാകും അല്ലെ. അവിടെ പോണോ വേണ്ടയോ? ഇപ്പം പ്രഭുജി പറഞ്ഞു നാമം ജപിക്കണോ. അപ്പം നാമം ജപിച്ചിട്ട് എന്താ കാര്യം? ഒരു ഗുണവും ഇല്ല. അതിൽ നല്ലത് നമുക്ക് അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം അവിടെ ഇരുന്ന് ജപിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മള് എന്താണ് ദേവി ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ വല്ല ചാത്തനോ മാടമ്പിക്കോ മറുതയ്ക്കോ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഹോമം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്ന് ചിന്തിച്ച് മറ്റുള്ള വഴി സ്വീകരിച്ചിട്ട് പോവുക. കാര്യം കൃഷ്ണനോട് സംശയം. സാധാരണഗതിയിൽ നമുക്കറിയാം, മഹാഭാരതത്തിലും നമ്മള് ഭാഗവതത്തിലൊക്കെ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടു അല്ലെ, ഭഗവാനോട് സംശയവും അസൂയയും തോന്നിയവരെ അല്ലെ. അതിൽ കുറച്ചു പേർക്ക് മോക്ഷം കിട്ടി. മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ ഭഗവാനോട് സംശയം പ്രാപിച്ചവർക്ക് തന്നെ അത് ഭഗവാന്റെ ഇംഗിതം അനുസരിച്ചിട്ട് അവരുടെ ഭഗവാന്റെ ലീല പൂർത്തിയാക്കാനായിട്ട് അവതരിച്ചവരായത് കൊണ്ട് അവർക്കൊക്കെ മോക്ഷം കിട്ടി, ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷെ നമ്മളെ പോലെ ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ എന്താവും അപ്പോൾ? ശിശുപാലൻ അല്ലെ, ഭഗവാൻ എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശിശുപാലന് ജനിച്ചപ്പോൾ തന്നെ ഈ ഒരു അശരീരി ഉണ്ടാകുകയും ശിശുപാലന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു കൃഷ്ണനാണ് ഇദ്ദേഹത്തിനെ വധിക്കാൻ പോകുന്നത്. കാര്യം എന്താണ്, ഇത് സംസാരിക്കുന്ന ഇതിനെ എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ വന്ന
കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോ ആ വ്യക്തികളുടെ കൈ കൊണ്ടായിരിക്കും നാശം എന്നുള്ളത് ഋഷി വചനം കേട്ടത് കൊണ്ട് അമ്മ എന്ത് ചെയ്തു? ഭഗവാനോട് അപേക്ഷിച്ചു. എന്റെ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് പറഞ്ഞു, ഞാൻ 100 പ്രാവശ്യം ക്ഷമിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ 100 പ്രാവശ്യം ഭഗവാൻ എണ്ണിക്കൊണ്ടിരുന്നു അല്ലെ, ചീത്ത വിളിക്കുന്നത് കേട്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കറിയാം ദുര്യോധനൻ എന്താണ് സംഭവിച്ചത്? ദുര്യോധനും അർജുനനും കൂടെ കൂടി ഭഗവാനെ എന്താണ് പക്ഷം ചേർക്കാനായിട്ട് ചെന്നു. ദുര്യോധനൻ എവിടെയാ നിന്നത്? അർജുനൻ എവിടെയാണ് നിന്നത്? ദുര്യോധനൻ ദുര്യോധനൻ തലയുടെ ദുര്യോധനൻ ഭാഗത്ത്. തലക്ക്, ദുര്യോധനൻ തലയുടെ അർജുനൻ ഭാഗത്ത് നിന്നു താഴത്ത്. ആദ്യം കാണാനായിട്ട് അല്ലേ. പക്ഷെ ഭക്തൻ എപ്പോഴും എവിടെയാ നിൽക്കുന്നത്? പാദങ്ങളുടെ അടുത്തേ പാദത്തിൽ നിൽക്കൂ അല്ലേ. പാദത്തിലാണ്. പാദങ്ങളുടെ അടുത്തേ നിൽക്കുള്ളൂ അല്ലേ. അപ്പൊ ആദ്യം തലയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കണ്ണ് തുറക്കുമ്പോഴേ ഉറക്കം ഉണരുമ്പോഴേ കാണുമെന്ന് വിചാരിച്ച് ദുര്യോധനൻ തലയുടെ അവിടെ പോയി നിന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അർജുനനെ കണ്ടു. അപ്പോഴത്തേനും പറഞ്ഞു, അർജുനൻ ആദ്യ എന്താണ് ഞാൻ ഇത് കൊടുക്കുന്ന ദുര്യോധനൻ സമ്മതിച്ചില്ല, ഞാനാണ് ആദ്യം ഇവിടെ എത്തിയത്, എനിക്കാണ് അധികാരം. അതുപോലെ തന്നെ മുഖവും തലയെന്ന് പറഞ്ഞ ഒന്ന് തന്നെയല്ലേ, രണ്ട് സ്ഥലം അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ അടുത്താണ് അത്ര അടുത്താണ് നിന്നത് എന്ന് പറഞ്ഞ് അവിടെ തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ഞാൻ എന്താണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, ആയുധം എടുക്കില്ല എന്ന് ഞാൻ ശപഥം ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ. അപ്പം ഈ വെറും കൈ ആയിട്ടുള്ള എന്നെ വേണോ, അതുപോലെ തന്നെ എന്റെ ഇത്രയും അശ്വകോണിപ്പട, ആ കണക്ക് എനിക്ക് ഓർമ്മയില്ല, ഇത്രയും അശ്വകോണിപ്പട നാരായണീ സേന വേണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിനും എന്താണ്, അപ്പൊ അതുകൊണ്ട് അർജുനൻ തീരുമാനിക്കാം ആദ്യം ആര് പറയണമെന്ന്. കാര്യം അർജുനനാണ്, ഞാൻ കൊടുത്ത ചോയ്സ് ആർക്കാണ്? അർജുനന്റെ. കാര്യം പാദത്തിന്റെ അടുത്താണ് വന്നത്, ഞാൻ നോക്കിയപ്പോഴേ അർജുനനാ കണ്ടത്. അതുകൊണ്ട് എനിക്ക് ആരോടും പക്ഷപാതം ഇല്ലാത്തത് കൊണ്ട് അർജുനനെ തീരുമാനിക്കാം ആദ്യം ആര് ചോദിക്കണമെന്ന്. അപ്പൊ അർജുനൻ പറഞ്ഞു ദുര്യോധനന് ആ ഒരു ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞ് ദുര്യോധനൻ ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ദുര്യോധനനോട് ആവശ്യപ്പെട്ട് ദുര്യോധനൻ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഭഗവാൻ അറിയാമല്ലോ ഇതെല്ലാം, ഭഗവാൻ എന്താണ് കള്ളകൃഷ്ണനല്ലേ. അപ്പൊ ദുര്യോധനൻ എന്താ ചോദിച്ചത്? ഈ ഒരു യുദ്ധവും ചെയ്യാതെ കയ്യിൽ ആയുധം എടുക്കാതെ ഈ കൃഷ്ണൻ അവിടെ വന്നിട്ട് എന്താ കാര്യം അല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്രയും നാരായണീ സേന കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അർജുനൻ ചോദിച്ചത് എന്താണ്? അർജുനൻ എന്താണ് നിരായുധനായിട്ട് നിൽക്കുന്ന കൃഷ്ണനെ മാത്രമാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാമായി അല്ലെ. ഭഗവാൻ സംതൃപ്തനായി കഴിഞ്ഞാൽ എല്ലാമായി. ഇത് മനസ്സിലാക്കുന്നവര് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് സംശയാലുക്കളാണ് ഭഗവാനോട് അല്ലെ. അസൂയാലുക്കളുമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും തന്നെ അതുപോലെ ഓരോരുത്തരൊക്കെ വീഡിയോ ചെയ്ത് ഇട്ടിരിക്കുന്നത് കാണണം അല്ലെ. ഭഗവാനെതിരെ ഇപ്പോഴും കൃഷ്ണൻ കാണിച്ചത് തെറ്റായി പോയി, അതുപോലെ തന്നെ കൃഷ്ണൻ വെറും ഒരു അവതാര പുരുഷൻ മാത്രമാണ്, അതുപോലെ തന്നെ ഇതെല്ലാം സങ്കല്പമാണ്, ചെയ്തത് ഒന്നും ചെയ്തതായിട്ട് കണക്കാക്കരുത്, അതുപോലെ തന്നെ ഒരു സ്ത്രീ പീഡനം നടത്തുന്ന ആളാണ്, അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് അറിയാം ലക്ഷക്കണക്കിന് എന്താണ് ഉദാഹരണങ്ങളുണ്ട്. കാര്യം ഭഗവാനെതിരെ പറയുന്ന, ഭഗവാനോട് സംശയം തോന്നി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഈ സംശയങ്ങളിൽ നിന്ന് ദ്വന്ദ്ങ്ങൾ ഉദ്ഭവിക്കുന്നു. അതാണോ ഭഗവാൻ, ഇത് ശരിയായിട്ടുള്ള ഭഗവാനാണോ അല്ലയോ എന്നുള്ള സംശയങ്ങൾ നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ ഭഗവാൻ? അപ്പം അങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിനെ എന്ത് ചെയ്തു? അവിടെ കൊണ്ടേ അങ്ങിടുന്നു. അപ്പോഴത്തേന് എന്താണ്, മനസ്സിൽ ഭഗവാനോട് സംശയം തോന്നിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഭഗവാന്റെ ലീലകളൊന്നും കേട്ട് കഴിഞ്ഞാലൊന്നും നമുക്ക് ഒരു വിശ്വാസവും വരുന്നില്ല, യാതൊരു വിശ്വാസവും വരുന്നില്ല. കാര്യം സംശയമാണ് അല്ലെ. ഈ ഭഗവാൻ എന്തെങ്കിലും ശക്തിയുണ്ടോ? എന്നിട്ട് ഞാൻ ഇത്രയും വിഷമം അനുഭവിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ കൊണ്ട് ഇത്ര തുളസിമാല കെട്ടിയിട്ട് അമ്പലത്തിൽ, എന്നിട്ട് ഞാനും വിളിച്ചിട്ട് ഭഗവാൻ കേട്ടില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഞാൻ അവിടെ തെന്നി വീണപ്പോ ഭഗവാൻ എന്നെ വന്ന് താങ്ങി പിടിക്കാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതും ഇതൊക്കെ പറയല്ലേ. അപ്പോഴും സംശയമാണ് അല്ലെ. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണോ എന്നുള്ള സംശയം, പിന്നെ ഭഗവാന് ശക്തി ഉണ്ടോ എന്നുള്ള സംശയം, പിന്നെ ഭഗവാൻ വളരെ എന്താണ് താമസിച്ചേ വരദാനം തരുള്ളൂ എന്നുള്ള സംശയം, പിന്നെ ഭഗവാൻ എന്തെങ്കിലും ഓടക്കുഴലിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഐശ്വര്യങ്ങളെല്ലാം ഊതിക്കളയും, അതുകൊണ്ട് ആ ഓടക്കുഴലിലെടുത്ത് ആദ്യം കളഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ദ്വന്ദ്ങ്ങളിൽ നമ്മൾ വ്യാപരിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഈ ദ്വന്ദ്ങ്ങളെല്ലാം നിന്ന് മുക്തരായവര്, അതായത് ഭഗവാന് എതിരെയുള്ള ഈ സംശയങ്ങളിൽ നിന്നും ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നും
മോചിതരായിട്ടുള്ളവര്, അങ്ങനെയുള്ളവര് എല്ലായ്പ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഈ നമുക്ക് ഭഗവാനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് ഒരു സമാനമായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കും. പ്രകൃതിയിലുള്ള എല്ലാ ഇതിനോടും, മരങ്ങളെയും വൃക്ഷങ്ങളെയും പക്ഷികളെയും പ്രാണികളെയും, അതുപോലെ തന്നെ നമ്മളൊക്കെ കാണുന്ന, നിങ്ങളുടെയൊക്കെ സ്ഥലത്തുണ്ടെന്ന് ഉറുമ്പിനൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇതുണ്ട്, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഓണത്തിനും വിഷുവിനൊക്കെ ഉറുമ്പിനൊക്കെ തിരി തെളിച്ച് അവിടെ ഓണത്തിന് കൊടുക്കും. ഓണത്തിന് വീടിന്റെ 4 മൂലയ്ക്കും ഉറുമ്പിന് ആ ഭക്ഷണം കൊടുക്കും. ഞങ്ങള് വീടിന്റെ അരിപ്പൊടിയൊക്കെ ഇട്ട്. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് 4 മൂലക്കിലും കൊണ്ട് തിരിയൊക്കെ തെളിച്ച് വെക്കും. ശർക്കരയും ചിലപ്പോൾ അവല് നനച്ചതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഐറ്റങ്ങൾ കൊണ്ട് നമ്മൾ തിരി വെച്ച് കത്തിക്കും അല്ലെ. അപ്പൊ സർവ്വ ജീവജാലങ്ങൾക്കും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെ, ഈ ചൂടൊക്കെ വരുന്ന സമയത്താണ് പക്ഷികൾക്കൊക്കെ വെള്ളവും എല്ലാം പുറത്തു കൊണ്ടേ വെക്കും അല്ലെ. ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ എടുത്ത് പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കുന്ന, ഇപ്പൊ ഇവിടെ ഗൾഫിലൊക്കെ പലരും ചെയ്യുന്ന കാണാം അല്ലെ. പൂച്ചയൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ പൂച്ചയാണ്. അപ്പൊ ഈ പൂച്ചക്കൊക്കെ എന്താണ്, ഈ ചൂടങ്ങ് കൂടിക്കഴിഞ്ഞാൽ ഒരു 50 ഡിഗ്രി 55 ഡിഗ്രി ആകുമ്പോൾ കാണാം നമുക്കത് അതിങ്ങളിങ്ങനെ അണച്ച് വീഴുന്ന കാണാം. അത്രയ്ക്ക് ചൂടാണ്. ഇരിക്കാനായിട്ട് എവിടെയെങ്കിലും ഓടി വന്നു കഴിഞ്ഞാൽ AC ഉള്ളിടത്ത് കയറ്റി ഇരുത്തും ആൾക്കാര്. കാര്യം കച്ചറ ബോക്സിലൊക്കെ ഇരിക്കുന്നതാണ്. അത് കാരണം അതുങ്ങളൊന്നും അകത്തേക്ക് കയറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഉപദ്രവമാണ്. അതവിടെ മുഴുവനും അതിന്റെ രോമവും അതും ഇതെല്ലാം ഇത് ഇടും. പിന്നെ എന്താണ്, അത് ഈ പച്ചക്കറികളായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാനും കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട. അത് ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ. നമ്മളുടെ ഈ ചോറോ മോരോ പാലോ ഒന്നും കുടിക്കത്തില്ല ഇവിടുത്തെ പൂച്ചകളൊന്നും, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്നതായിരിക്കണം. അപ്പൊ എന്താണ്, ഇതുങ്ങളൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷികളും എല്ലാം, പക്ഷികളിൽ നിന്ന് പ്രാവാണ് ഏറ്റവും കൂടുതലുള്ളത്. പ്രാവൊക്കെ ഇങ്ങനെ പെടഞ്ഞ് വീഴുന്ന കാണാം, ചൂട് സഹിക്ക വയ്യാതെ ചിറകൊക്കെ കരിഞ്ഞ് താഴെ വീഴുന്ന കാണാം. അത്രയ്ക്ക് ചൂടായിരിക്കും. ഇപ്പൊ തന്നെ ഭയങ്കര ചൂടാണ്. നമുക്കതൊരു ഫർണസിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലത്തെ അവസ്ഥയാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ AC പുറത്തേക്ക് അങ്ങ് ഇറങ്ങി കഴിഞ്ഞുള്ള അവസ്ഥ അതാ, രാത്രി ആയാലും. അപ്പൊ അങ്ങനെ ആ ജീവജാലങ്ങളോടൊക്കെ എന്താണ് തോന്നുന്നത്, യഥാർത്ഥത്തിലുള്ള ഒരു കൃഷ്ണഭക്തന് സകല ജീവജാലങ്ങളോടും എന്താണ്, അവരോട് ക്ഷേമവും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് കൃഷ്ണഭക്തരൊക്കെ. ഒരു ജീവജാലത്തിനും എന്താണ് മോശമായിട്ട് കാണില്ല, എല്ലാവരോടും നല്ല രീതിയിൽ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞ് നമോ ഭഗവാൻ പറഞ്ഞ നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായച്ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. നമോ ബ്രഹ്മണ്യ ദേവായ എന്താണ്, ബ്രാഹ്മണരെയും പശുക്കളുടെയും ഹിതമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് എന്താണ്, ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ആ ജാതി അല്ല എന്ന് ഓർക്കണം അല്ലെ. ബ്രഹ്മത്തെ അറിഞ്ഞവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണ ബന്ധുവല്ല ഇത്, എന്താണ്, വൈഷ്ണവരെയും ബ്രാഹ്മണരെയും ഒക്കെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ഗോക്കളെയും അല്ലെ, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഗോക്കളെയാണ് അല്ലെ. പശുക്കളെയാണ് ഇഷ്ടം. അതായത് നമ്മള് നാട്ടിൽ കാണുന്ന ജേഴ്സി പശുക്കളല്ല. ഇന്ന് ഞാനൊരു ഗോമാതാവിന്റെ ഒരു പ്രസന്റേഷൻ, ഒരു ക്ലാസ് രാവിലെ ഇരുന്നിരുന്നു, ഭാഗവതം ക്ലാസ്സിന് പകരമായിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ ഇതുപോലെ ഒരു പശു ഉണ്ടെങ്കിൽ നമുക്കൊരു മരുന്ന് വീട്ടിൽ മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇന്ന് നമ്മൾ ഈ പനഡോളും പാരസിറ്റമോളും ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമാതാവ് അവിടെ നമ്മുടെ അടുത്തില്ലാത്തത് കൊണ്ട്. പിന്നെ ഗോമാതാവിന് നമ്മൾ എന്ത് കൊടുക്കാൻ തുടങ്ങി, ഗോമാതാവിന് ഈ ഹോർമോണും നോൺ വെജും ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നോൺ വെജ് കൊടുക്കുന്ന ഗോമാതാവിന്? ഈ ഓക്കെയോ കാലിത്തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന സാധനത്തിന് എല്ലുപൊടി ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. ഉപ്പിന്റെ രുചി കാരണം എന്ത് ചെയ്യുന്നു, ഈ പശു ഇതെല്ലാം കഴിക്കുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഈ പശുവിന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ പെടഞ്ഞ് വീഴും. കാര്യം ഈ ഹോർമോൺ പാല് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ ഹോർമോണും കെമിക്കലും ഇതെല്ലാം ചേർന്ന ഭക്ഷണം ഇട്ടിട്ട് ഈ വൈക്കോലിന്റെ പൊടിയും തവിടിന്റെ പൊടിയും എല്ലാം കൂടെ കൂട്ടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യും, ഉപ്പൂടെ കൂടി നല്ല രീതിയിൽ ഉപ്പൂടെ ചേർത്തിട്ട് അങ്ങ് കൊടുക്കുമ്പോൾ ഉപ്പിന്റെ ടേസ്റ്റ് വെച്ചിട്ട് ഇതങ്ങ് കഴിക്കും അല്ലെ. പാല് ചിലപ്പോൾ കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷെ എന്താണ്, അതിന് എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഉണ്ടാകാത്ത അസുഖങ്ങളും ഇല്ല. പണ്ട് ഈ ഒരു പശു ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഗോമാതാവ് ഉണ്ടെങ്കിൽ എന്താണ്, കാസർഗോഡ് കുള്ളനും പിന്നെന്താണ്
വെച്ചൂർ പശുവും പിന്നെ വേറെന്താണ് ഒരെണ്ണോടെ ഉണ്ടല്ലോ, ഗീർ പശു എന്ന് പറഞ്ഞ ഒരു പശുവുണ്ട്. ഈ ഹമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് ഈ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ പശുക്കൾക്ക് എന്താണ്, അതിന് വെറും കാടിവെള്ളം കൊടുത്താൽ മതി. കാര്യം 1 ലിറ്റർ 2 ലിറ്റർ പാലേ കിട്ടത്തുള്ളൂ, അതിൽ കൂടുതൽ കിട്ടത്തില്ല അല്ലേ. അപ്പൊ ഈ പശു വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്താണ്, അതിന്റെ മറുമരുന്ന് എവിടെയാണ് ഉള്ളതെന്നുള്ള അവിടെ പോയി മരുന്ന് പശു ഭക്ഷിച്ചിട്ട് എന്ത് ചെയ്യും, ആ പാല് കുടിച്ചാൽ മതി, എന്താണ് അവർക്ക് ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. അതുപോലെ അതിന്റെ പശു, അതിന്റെ ചാണകം, അതിന്റെ മൂത്രം, ഇതെല്ലാം ഔഷധ ഗുണമുള്ളതാണ്, ഒന്നും തന്നെ കളയേണ്ടത്. അതുപോലെ നെയ്യോ, ഏത് വലിയ അസുഖത്തിൽ നിന്ന് അതിന്റെ നെയ്യ് എന്താണ്, ആ, അതിന്റെ നെയ്യ്, അതിന്റെ റിസർച്ച് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം പ്രഭു ഒരു വലിയ പ്രസന്റേഷൻ ആണ് ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ കാണിച്ചത്. അതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാണിച്ചത്. അപ്പൊ അതിന്റെ ഗോ പ്രോഡക്ട്സ്, ഈവൻ ടൂത്ത് പേസ്റ്റ് മുതല് നമ്മുടെ ശരീരത്ത് തേക്കുന്ന സോപ്പ് മുതല് നമുക്ക് എന്താണ് ഈ ബൂസ്റ്റിനൊക്കെ പകരം ഉപയോഗിക്കുന്ന ആ പൊടികളടക്കം, അതുപോലെ തന്നെ എല്ലാ സംഭവവും ഗോ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അവരെ ഈ ഈ ഈ ഗോസേവ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ച്, കാര്യം എല്ലാത്തിനും വില കൂടുതലാണ്, സാധാരണ കിട്ടുന്ന പോലെ അല്ല. പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണ്ടൊന്നും അതിന്റെ എക്സ്പയറി ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മളുടെ ഈ അന്തരീക്ഷവും അതും ഇതെല്ലാം കൂടുതൽ ചൂടും അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് കൊണ്ട് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു എക്സ്പയറി വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് ആണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹനം ചെയ്തിട്ട് ഈ ഈ പശുക്കളെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില ചെരുപ്പുകള്, അതുപോലെ തന്നെ ബെൽറ്റ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ചില ബാഗുകൾ ഉപയോഗിക്കുന്നത്, അതെല്ലാം ഈ ഗോമാതാവിനെ കൊന്നിട്ടുള്ള അല്ലെങ്കിൽ ഗോശിശുവിനെ വധിച്ചിട്ടുള്ള തോല് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. മിക്കവാറും പേഴ്സും അങ്ങനെയുള്ള പല കാര്യങ്ങള്. അപ്പൊ അതൊന്നും നമ്മൾ വൈഷ്ണവരായിട്ടുള്ള ആൾക്കാര് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കരുത്, ഭയങ്കര അപരാധമാണ്. ഒരിക്കലും നമുക്ക് എന്താണ് ഗോലോക വൃന്ദാവനത്തിന്റെ കവാടം കിടക്കാനായിട്ട് സാധ്യമല്ല നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ബീഫ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കഴിക്കുകയേ ചേരുന്നത്, ഒരു കാരണവശാലും കഴിയുക. അറിയാതെ അതിൽ ഏതെങ്കിലും ഒരു പശുവിന്റെ മാംസം അതിലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ജന്മങ്ങൾ എടുത്താൽ ഒരു ബ്രാഹ്മണനെ വധിച്ചാലുള്ള ദോഷത്തെക്കാളും ഒരുപാട് ഒരുപാട് വലുതാണ് ഒരു പശുവിനെ വധിച്ചാലുള്ള ദോഷം. ബ്രാഹ്മണനെ വധിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബ്രഹ്മഹത്യാപാപം അല്ലെ, അറിയാതെ വധിച്ചാൽ. ആ ബ്രഹ്മഹത്യാപാപം എങ്ങനെയാണ് നീക്കാൻ പറ്റുന്നത്, തുളസി പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ മാറും അല്ലെ. യാനി കാനി ചാപാപാനി ബ്രഹ്മ ഹത്യതി കാനീച്ച താനി താനി പ്രണശ്യാന്തി പ്രദക്ഷിണ പതേ പതേ എന്ന് പറഞ്ഞ് നമ്മള് ആ ഒരു മന്ത്രം തുളസി പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാഹ്മണനെ വധിച്ചാലുള്ള ദോഷത്തിൽ നിന്ന്, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ എങ്ങാനും വധിക്കാൻ ഇടയായിട്ടുള്ള ആ ശാപത്തിൽ നിന്ന് രക്ഷ നേടാം. പക്ഷെ ഗോവിനെ വധിച്ചാലുള്ള അതുപോലെ ഒരു വൈഷ്ണവ അപരാധത്തിനോ അല്ലെങ്കിൽ ഈ ഗോവിനെതിരെ ചെയ്തിട്ടുള്ളതിനോ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഇല്ല എന്നുള്ളതാണ്. അതിന് യാതൊരു പരിഹാരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് കണ്ടത് എന്താണ്, ഈ പശു സമ്പത്ത് എന്നുള്ള സംഭവം നമ്മൾ ഇപ്പൊ നമുക്കറിയാം. എന്റെ വീട്ടിൽ ഈ അടുത്ത കാലം വരെ എന്റെ അച്ഛന് അസുഖം വരുന്നതിന് മുൻപേ വരെ ഈ പശുക്കൾ ഉണ്ടായിരുന്നു സ്ഥിരം തൊഴുത്തില്. അത് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും മേലാതായി കഴിഞ്ഞപ്പോഴത്തേനും അത് നിന്നു. അപ്പൊ നമുക്ക് എന്താണ്, അത്യാവശ്യത്തിന് ചാണകം കിട്ടുമായിരുന്നു, എല്ലാം വളമിടാനായിട്ടുള്ള കൃഷികൾക്കും ഇതിനുള്ള സംഭവം കിട്ടുമായിരുന്നു. നമുക്ക് എന്താണ് ഈ ഗ്യാസിന്റെ കണക്ഷൻ ഉണ്ടായിരുന്നു, മറ്റേ ബയോഗ്യാസിന്റെ. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ജനിക്കുന്നതിന് മുൻപേ തൊട്ട് വീട്ടിൽ പശുക്കൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പശു ഇല്ലാതായതോടുകൂടി അവിടെ എല്ലാം എം ടി ആയി. എന്നിട്ട് ഇപ്പൊ പറമ്പ് മുഴുവൻ എന്താണ്, കാട് കയറി ഇങ്ങനെ നിറഞ്ഞിരിക്കും. പശു ഉണ്ടായിരുന്നപ്പോഴത്തേനും കാടൊന്നും കയറിയില്ലായിരുന്നു, എല്ലാം പുല്ലെല്ലാം തിന്ന് നല്ല വൃത്തിയാക്കിയിട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ അപ്പൊ അതെന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വീടുകളിലും എന്താണ്, പുറത്തുനിന്ന് നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി. പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളിലുള്ള മായത്തിന്റെ ഒക്കെ കണ്ടന്റ് ഇന്ന് ആ പ്രഭു ഡിസ്ക്രൈബ് ചെയ്തപ്പോഴാണ് മനസ്സിലായി എന്തുമാത്രം. ഇവൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന അരിയിലും, വെള്ള അരിയില് അടക്കം എല്ലാത്തിലും അദ്ദേഹം പറഞ്ഞ വെള്ള അരി ഉപയോഗിക്കുകയേ ചെയ്യരുത്. അങ്ങനെ കുറെ അരിയുടെ ബ്രാൻഡൊക്കെ പറഞ്ഞ് ഞാൻ നോട്ട് എഴുതാത്ത കാരണം എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഗോതമ്പ് പൊടി
ഉപയോഗിക്കരുത്. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് ഈ ഇത് ഉപയോഗിക്കാൻ അതിന്റെ പേരെന്താണ്, ച- തെനയോ ഇതിന് കൊടുക്കുന്ന പഞ്ഞപ്പുല്ലിന്റെ ആ ഒരു സാധനം ഇല്ലേ, ഈ മില്ലറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റാതെ ഗോതമ്പിൽ തന്നെ എന്തുമാത്രം മായങ്ങൾ ചേർത്തിട്ടാണ് വരുന്നതെന്നൊക്കെയുള്ള ആട്ടപ്പൊടി, അതിലൊക്കെ പ്രഭു അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. അപ്പം ഈ ഗോ പ്രോഡക്ട്സ് ന് വേണ്ടിയിട്ട് എന്താണ് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പ്രഭു പറഞ്ഞത്. അപ്പൊ ഈ ഗോമാതാവിനെ സംരക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ പ്രഭു ഒരു കഥ പറഞ്ഞു. ആ കഥയിലൊരു കുറച്ച് ഭാഗം ഞാൻ ഓർക്കുന്നുണ്ട്, അത് പറയാം. കാര്യം ഇവര് 12 വർഷം എന്താണ് ചൂതുകളി കളിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവർക്ക് 12 വർഷം വനവാസമാണല്ലോ വിധിച്ചത്, ആർക്ക്? പാണ്ഡവർക്ക്. ഈ 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. അജ്ഞാതവാസ കാലത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഇവര് ഇത് റിപ്പീറ്റ് ചെയ്യണം അല്ലെ, വീണ്ടും 13 12 വർഷം. വർഷം കൂടെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഇവര് ആസാമോ അങ്ങനെ എങ്ങാണ്ട് ഒരു സ്ഥലമാണ് പ്രഭു പറഞ്ഞത്. കാര്യം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം വിട്ടുപോകുന്ന കാരണം എനിക്ക് വ്യക്തമായിട്ട് കേട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്ന സമയത്ത് ആണ് ഈ വിരാട് രാജാവിന്റെ അടുത്താണ് ഇവര് പോയി ആ, ഇവര് അഭയം പ്രാപിച്ച ആ അജ്ഞാതവാസം. 1 വർഷം വേഷമൊക്കെ മാറി. മറ്റേ നമ്മള് ദ്രൗപദി ആരായിട്ട് മാറി? സൈരന്ധ്രി ആയിട്ട് മാറി. പിന്നെ അർജുനനോ? അർജുനൻ ആരായിട്ട് മാറി? ബൃഹന്തള ബൃഹന്തള ബൃഹന്തള. ആണും ബൃഹന്തള പെണ്ണും അല്ലാത്ത ആ ഒരു ഒരു രൂപം കെട്ടി അർജുനൻ. ആ അർജുനൻ ആരുടെ ശാപം കൊണ്ടാണ് അത് സ്വീകരിക്കേണ്ടി വന്നത്? ആരുടെ ശാപമാണ് അർജുനനെ ആ ആണും പെണ്ണും കെട്ട ഒരു ഹിജഡയായി മാറാനുള്ള കാര്യം? ഉർവശി. ഉർവശി. ഉർവശി ശാപം ഉപകാരമായത് അങ്ങനെയാണ്, ഒളിച്ചിരിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഒരു ഹിജഡയുടെ രൂപത്തിലേക്ക് മാറിയത്, ആ ശാപം എപ്പോൾ വേണമെങ്കിലും എടുക്കാന്ന് പറഞ്ഞു. 1 വർഷം അനുഭവിച്ച് തീർന്നാൽ മതി എന്നുള്ള രീതിയിൽ ഭഗവാൻ അത് ആക്കി കൊടുത്തു. ഭഗവാൻ അപ്പം മുൻപേ കൂട്ടി എല്ലാം കണ്ടിട്ടുണ്ടല്ലേ. ഉർവശിയുടെ ശാപം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനനെയും കൊണ്ട് ദേവലോകത്ത് പോയത്, ഇന്ദ്രന്റെ അടുക്കൽ അല്ലേ. അപ്പം ഉർവശി ആരാണ്? അമ്മയുടെ സ്ഥാനമാണല്ലേ. ഇന്ദ്രന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന ഇന്ദ്രൻ അച്ഛനാണല്ലേ, അപ്പൊ അമ്മയുടെ സ്ഥാനമാണ്. പക്ഷെ ഉർവശി അർജുനനെ മോഹിച്ചു. അപ്പൊ അർജുനൻ അത് അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പോഴാണ് ഉർവശിക്ക് ദേഷ്യം ഉണ്ടായതും ഉർവശി ശപിക്കുന്നത്, ശപിച്ചത്. ശപിച്ചത്. അപ്പൊ അങ്ങനെ ആ, അങ്ങനെ ഭീഷ്മ പിതാമഹനോട് തന്നെ ചോദിക്കുവാണ് ഈ ദുര്യോധനൻ, ഇവരെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്റെ സൈന്യങ്ങളെ മുഴുവൻ അയച്ചു, എല്ലാം അയച്ചു, ഇത്രയും നാളായിട്ട് എനിക്ക് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അങ്ങ് തന്നെ ഒരു ഉപായം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഒട്ടും സംശയിക്കാനില്ല, ഒട്ടും ആലോചിക്കാനില്ല. അവര് താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, എവിടെ, അതായത് ഈ പാണ്ഡവരെന്ന് പറഞ്ഞ എന്താണ്? ഭഗവാന്റെ ഭക്തരാണ് അല്ലെ. ഭഗവാന്റെ ഭക്തരെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ബ്രാഹ്മണരിൽ നിന്നുള്ള, ക്ഷത്രിയരാണെങ്കിലും ബ്രാഹ്മണരിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ശരിക്കും അർത്ഥത്തിൽ അല്ലെ. ഭഗവാനെ പറയുന്ന അതേപടി ഫോളോ ചെയ്യുന്നവരാണ് അല്ലെ, ഭഗവാന്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ് അല്ലെ. അവരെവിടെ താമസിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ പ്രകൃതി വളരെ മനോഹരമായിരിക്കും. അതായത് കൃഷിസ്ഥലങ്ങളെല്ലാം ഫലഭൂഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഭൂമി തന്നെ എല്ലാം കനിഞ്ഞ് പുഷ്പങ്ങളും അതുപോലെ തന്നെ സുഗന്ധം എല്ലായിടത്തും അലയടിക്കും. യാതൊരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകത്തില്ല. അവിടുത്തെ പശുക്കളെല്ലാം വളരെ സമൃദ്ധമായിട്ട് വളരും. ഒരാതന് ആരാണ്? നകുലിനും സഹദേവനും അതിൽ ഒരാള് കുതിരയുടെ കുതിര വളർത്തുകാരനാണ്, ഒരാള് പശു വളർത്തൽ എക്സ്പെർട്ടാണ്. എനിക്ക് പേരും മറന്നുപോകും ആരാണ് ഇതിൽ. ഒരാള് ഭയങ്കര പശു വളർത്തലുകാരനാണ്. പശുവിനോടൊക്കെ സംസാരിക്കാൻ അറിയാം, അവരുടെ ആ ഭാഷയിൽ സംസാരിക്കാൻ പറ്റും. അതിലെ ഒരാൾക്ക് കുതിരയോട്. അപ്പം ഈ കുതിരകൾ ഏറ്റവും നല്ലതായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ഏറ്റവും കുതിര പരിശീലനം നടക്കുന്ന സ്ഥലം, പശുക്കൾ എത്രയും കൂടുതലായിട്ട് പാല് സമൃദ്ധമായിട്ട് കൊടുക്കുന്നു, എത്രയും കൂടുതൽ പെരുകുന്നതോ ആ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരെവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ വിരാട് രാജാവിന്റെ ആ ഒരു ആ ഒരു രാജധാനിയും അതിന്റെ പരിസരവും എന്താണ്, അവിടെ ഭരണം നല്ല ഒന്നാന്തരമായിട്ട് നടക്കുന്നു. കാര്യം അവിടെ എന്താണ്, അവിടെ നീതി ന്യായമൊക്കെ നടപ്പാക്കാനായിട്ട് ആരാണ് അവിടെ ഇരിക്കുന്നത്? മന്ത്രിയായിട്ട് യുധിഷ്ഠിര മഹാരാജാവാണ് മന്ത്രിയായിട്ട് വേഷം മാറി അവിടെ ഇരിക്കുന്നത് വിരാട് രാജാവിന്റെ. അപ്പം ഏതെങ്കിലും കള്ളമോ ചതിയോ വല്ലതും നടക്കുമോ? അദ്ദേഹം സത്യത്തിൽ വിട്ട് യാതൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും നൃത്തം പഠിപ്പിക്കാനായിട്ട് അർജുനൻ. അതുപോലെ തന്നെ പാചകം ആരാണ് ചെയ്യുന്നത്? ഭീമൻ. ഭീമന്റെ ഇതിലാണ് പാചകം.
പശു വളർത്തലും ഇതുമായിട്ട് നടക്കുന്ന ആരാണ്? കുതിര വളർത്തലും കുതിര പരിപാലിക്കുന്നതൊക്കെ നകുലിനും സഹദേവനും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ രാജ്യം എന്തുമാത്രം കൃഷിയും ഇതെല്ലാം മുഴുവൻ അവിടെ എല്ലാം മെച്ചപ്പെട്ടു. കാര്യം ഇവർ അതേപോലെ തന്നെ ആ, ആ, അത്ര ഒരു നല്ല ഒരു ഭഗവാന്റെ ഫോളോവേഴ്സ് ആയിട്ട് അവിടെ നിന്നതുകൊണ്ട് ഇതത്രയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പൊ അങ്ങനെയാണ് ഇവര് അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ അവിടെ വെച്ച് കീചകനെ വധിക്കുന്നുണ്ടല്ലേ? അതെ. ഭീമൻ ഭീമൻ ഭീമൻ. ചത്തത് കീചകൻ എങ്കിൽ കൊന്നത് ഭീമൻ ആണ്. അതായത് സൈരന്ധ്രി ദ്രൗപദിയാണെന്ന് കണ്ടുപിടിച്ചു കീചകൻ. അങ്ങനെ കീചകൻ ഈ ഈ പറയുന്ന ദ്രൗപദിയെ ആക്രമിക്കാനായിട്ട് ചെല്ലുന്ന സമയത്താണ് ഭീമൻ ആ, ആ, ഇതുപോലെ കീചകനെ വധിക്കുന്നത്. അപ്പൊ വീണ്ടും അവർക്ക് ഉറപ്പായി. അങ്ങനെ ചുറ്റോട് ചുറ്റും വിരാടരാജം ആക്രമിക്കാൻ വരുന്ന ആ ആ ഒരിതും, അതുപോലെ തന്നെ ഈ പാണ്ഡവര് അവരുടെ വേഷം മാറിയ അവസ്ഥയിൽ ഇവരെ ചെന്ന് നേരിടുകയും, അപ്പൊ ഇവരെ ഒന്ന് പുറത്തേക്ക് ചാടിക്കാനായിട്ട് എന്താ മാർഗം എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു, ഇവർ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്ന എന്താണ് കൃഷി, ഗോക്കളെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് ഇനിയും 13 വർഷങ്ങൾ കൂടി എന്താണ് ഈ ഈ വനവാസം കിട്ടുമെന്ന് ഓർത്ത് അവര് അടങ്ങിയിരിക്കില്ല, അവര് പുറത്ത് ചാടുന്നു. അങ്ങനെ ഇവര് എന്ത് ചെയ്തു? ഈ ജീവജാലങ്ങളെ ഇതിനെല്ലാം ഉപദ്രവിക്കാനും പിടിച്ചു കെട്ടിയിടാനും ഇതൊക്കെ തുടങ്ങിയ സമയത്ത് വിരാട രാജാവിന്റെ ഇത് ആക്രമിക്കാനും എല്ലാം കൂടെ മുതിർന്ന സമയത്താണ് ഇവരെല്ലാരും പുറത്ത് ചാടുന്നത്. അങ്ങനെ എന്താണ് ഒരു തർക്കം നടക്കുകയാണല്ലോ, ആരാണ് ഈ 13 വർഷം കഴിഞ്ഞു ഇല്ല, അപ്പം സൂര്യനെ ഭഗവാൻ മറച്ചു, അങ്ങനെ കുറെ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്, സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ, യുദ്ധം തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ ഒരു വലിയ യുദ്ധം നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ കർണനുമായിട്ടും അതുപോലെ തന്നെ ഭീഷ്മരും ഒക്കെ ആയിട്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നു ഈ പറയുന്ന വേഷം മാറിയ അവസ്ഥയിൽ തന്നെ. അപ്പൊ അങ്ങനെ ഇത് അർജുനനാണെന്ന് അവർക്കെല്ലാം മനസ്സിലാകുന്നു. കാര്യം വേറെ ഒരാൾക്ക് ഒരു സ്ത്രീ ആണും പെണ്ണും അല്ലാത്ത ഒരാൾക്ക് ഇവരെ തടഞ്ഞു നിർത്താനായിട്ട് സാധ്യമല്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ സകല ജീവജാലങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ, ഒരു വൈഷ്ണവന് മാത്രമേ സകല ജീവജാലങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങള്, അതായത് പണ്ഡിത സമദർശന എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എല്ലാവരുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾ ഒരു വൈഷ്ണവന് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവര് സർവ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നു. അവരെന്താണ്? എല്ലാ പാപങ്ങളിൽ നിന്നും. കാര്യം എന്താണ്? അവരെ എല്ലാവരെയും എന്താണ് കാണുന്നത്? എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചത് അല്ലെ? സകല ജീവികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ്, മനുഷ്യന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവനവന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ചെയ്യാൻ തോന്നത്തില്ല. സകല ഭഗവാന്റെ സൃഷ്ടിയിലുള്ള സകല ജീവജാലങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനേ തോന്നുള്ളൂ അല്ലെ? അങ്ങനെയുള്ള വ്യക്തികൾക്ക്. അപ്പൊ അങ്ങനെയുള്ളവരെ എന്താണ് ബ്രഹ്മനിർവാണം പോകുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ ചെന്നെത്തുന്ന അവസ്ഥയാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ, ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നു, ബ്രഹ്മനിർവാണം പോകുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പറയുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഈ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ? ഭഗവാനാണ് പരമദിവ്യോത്തമ കൃഷ്ണൻ അംഗീകരിക്കാനും അതുപോലെ തന്നെ നമ്മള് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തത് കൊണ്ടും ഈ സംശയങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും ബ്രഹ്മനിർവ്വാണം നമുക്ക് ലഭിക്കാതിരിക്കാനും കാരണം. അപ്പൊ അതുകൊണ്ട് ദ്വന്ദ്വങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തരാകണം. അതുപോലെ നമ്മളുടെ സുഹൃത്തും പരമാസ്വാദകനും അതുപോലെ പരമ ആധികാരിയും എല്ലാം തന്നെ ഭഗവാനാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടായേ തീരൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഈ പറയുന്ന ക്ലേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഉയരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കൃഷ്ണാവബോധമുള്ളവർക്ക് കൃഷ്ണന്റെ പരമാധികാരത്തെ പറ്റി ഒരു സംശയവുമില്ല. സംശയ ലേശമന്യേ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ അങ്ങ് വിശ്വസിച്ചേ പറ്റുള്ളൂ. വേറൊരാൾക്കും അതായത് നമുക്ക് ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോടെങ്കിലും പറഞ്ഞ അതിന് പരിഹാരം ഉണ്ടോ? നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവിനോടോ മക്കളോടോ നമുക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, നിങ്ങൾ വല്ല നാമവും ചെല്ല്, അല്ലെങ്കിൽ വേണേ ആശുപത്രിയിൽ പോയി വല്ല 2 പാരസെറ്റമോൾ അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കുക, എന്നിട്ട് പോയി കിടക്ക് വേണേ കുറച്ചു നേരം എന്നൊക്കെ പറഞ്ഞ് എന്തേലും പറയുന്നല്ലാതെ
ഇവർക്ക് ആർക്കും ഒരു ശാശ്വത പരിഹാരം. നമ്മൾ ഒരു ഡോക്ടറെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അത് വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അങ്ങനെ ഇതൊക്കെ വരും. നിങ്ങൾ ഈ ഹോർമോൺ ചേഞ്ചും അതും ഇതൊക്കെ അങ്ങനത്തെ ഓരോരോ ഇതാണ്, എന്താണ് കാലിനും മുട്ടിനും ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരും, ഇതൊക്കെ സാധാരണ വരുന്ന പ്രായം എന്നൊക്കെ പറഞ്ഞ് പറയും. അതുപോലെ നമുക്ക് ഒരു കുടുംബത്തിൽ വലിയൊരു ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പോഴും എല്ലാവർക്കും അറിയാം, കുടുംബ പ്രശ്നങ്ങളാണ് എല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു. ഈ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പരിഹാരം? ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മളുടെ എത്ര പേര് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, എത്ര പേര് നമ്മളുടെ അഭ്യുതകാംക്ഷികളുണ്ടെന്ന് ആ സമയത്ത് മനസ്സിലാകും. നമ്മൾ സുഹൃത്തുക്കളാണെന്ന് വെച്ച് ഒരാളോട് ഇത് ഷെയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ നാട് മുഴുവൻ പബ്ലിസിറ്റി ആക്കും അല്ലെ. നമ്മൾക്ക് ആ ഒരു വേദന വരുമ്പോൾ എന്താണ്, അവരതിൽ സന്തോഷിക്കും. അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിക്കി മുട്ടുക, എനിക്ക് ഭർത്താവിനോട് പറയാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് എന്റെ മക്കളോട് പറയാൻ പറ്റുന്നില്ല, എന്റെ കൂട്ടുകാരെന്ന് വിചാരിച്ചിരിക്കുന്ന അവരോട് പറയാൻ പറ്റുന്നില്ല, ആരോടും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് പറയാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ, ആരാണ്? ഭഗവാൻ. ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ തിരിച്ചു കടിക്കുവോ? ഇല്ല. ഇല്ല. നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കുവോ? ഇല്ല. ഇല്ല. അല്ലേ? പക്ഷെ എന്താണ് എന്താണ് നമുക്ക് ഉണ്ടാകുന്നത്? ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? നമ്മളുടെ മനസ്സിന് സമാധാനം തരും. ഭഗവാനെ ഇതെല്ലാം കൂടി അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ പാദങ്ങളിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങ് അർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമാധാനം. സമാധാനം ഉണ്ടാകും. ഈ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇരിക്കുന്നേ. നമുക്ക് മനസ്സമാധാനമാണ് നമ്മളുടെ ഈ ജീവിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ്, നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുക എന്നുള്ളത് അല്ലെ. ഈ പ്രശ്നങ്ങൾ ചിലപ്പോൾ അതേപടി നിൽക്കാം, ചിലപ്പോൾ മാറാം, കാലം മാറ്റാതെ ഒന്നും ഇല്ല എന്നല്ലേ പറയുന്നത്. കാലം അതിനെ മാറ്റാം. പക്ഷെ നമുക്ക് മനസ്സമാധാനം ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കയറെടുക്കാണ്ട് പറ്റുമോ നമുക്ക് ഓടിപ്പോയി എല്ലാത്തിനും? അല്ലേ? പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാകുമ്പം നമുക്ക് ഇതെന്താണ്, ഇത് ഇറക്കി വെക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് മാത്രമേ ഉള്ളൂ. ഭഗവാൻ നമ്മളുടെ എന്താണ്, നമ്മളുടെ ഒരു സുഹൃത്താണ് അല്ലെ. സുഹൃത്തിനെ പോലെ നമുക്ക് ഭഗവാനെ കാണാം, എല്ലാം നമുക്ക് പറയാം അല്ലെ. നമുക്ക് സുഹൃത്തിനെ ഒരു മകനെ പോലെ നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ പിതാവിനെ പോലെ കണക്കാക്കാം, അതുപോലെ തന്നെ സുഹൃത്തിനെ പോലെ കണക്കാക്കാം, അതുപോലെ തന്നെ ഭർത്താവ് അല്ലെങ്കിൽ കാമുകനായിട്ട് കണക്കാക്കാം. അതിന്റെ ഓരോ രസങ്ങൾ ഏതൊക്കെയാണ്? പിതാവിനെ പോലെ അല്ലെങ്കിൽ ഈശ്വരനെ പോലെ കാണുകയാണെങ്കിൽ അതെന്താണ്? ഭയഭക്തി എന്ന് പറയും അല്ലെ. ഭയഭക്തി അല്ലെ. ആ ഒരു രൂപം ഭഗവാന്റെ ഏതാണ്? വിഷ്ണു രൂപമാണ്, കൃഷ്ണനല്ല. ആ ഭയഭക്തി അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ഈശ്വരനായിട്ട് കാണുന്ന ആ ഒരു രൂപം വിഷ്ണു രൂപമാണ്. വിഷ്ണു രൂപത്തിന് മറ്റുള്ള ആ ഒരു ഭാവങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ സുഹൃത്തിനെ പോലെ കാണുന്നത് കൃഷ്ണനാണ്, സാഖ്യരസം. അതുപോലെ തന്നെ ഒരു മകനെ പോലെ കാണുന്നത് യശോദാമ്മയുടെ ഭാവം, വാത്സല്യരസം. അതുപോലെ തന്നെ നമ്മള് ഭർത്താവ് അല്ലെങ്കിൽ കാമുകനെ പോലെ കാണുന്നത് ഏത് രസമാണ്? പ്രേമരസം അല്ലെങ്കിൽ മാധുര്യരസം അല്ലെ. ഇങ്ങനെ 100 വയസ്സുള്ള ജ്ഞാനാംബിക മാതാജിക്ക് ഭഗവാനെ ഭർത്താവായിട്ട് കാണാൻ പറ്റുമോ? 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇല്ല. ഭഗവാനെ ഭർത്താവായിട്ട് കാണാൻ പറ്റുമോ? എങ്ങനെ പറ്റും? കാര്യം എന്താണ്? ഭഗവാൻ എന്താണ്? ജന്മമില്ലാത്ത ആളാണ്. ഭഗവാന്റെ പ്രായം എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അപ്പം ഇല്ല. ഭഗവാൻ എന്താണ്? ആദി പുരുഷനാണല്ലേ. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി അല്ലേ. എന്താണ്? ആദി പുരുഷനാണ് ഭഗവാൻ, ഗോവിന്ദനാണ് അല്ലേ. അപ്പൊ ആ ഭഗവാൻ എന്നും നിത്യ യൗവനമായിട്ടിരിക്കുന്നു. ഭഗവാനെ ഭർത്താവായിട്ട് കാണുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഭഗവാൻ എന്തെങ്കിലും ചീത്ത പറയും, നമ്മൾ അടിച്ചോടിക്കുവോ? ചെവിക്ക് പിടിക്കുവോ? ഇല്ല. അതുപോലെ തന്നെ കാമുകനായിട്ട്. അപ്പം എന്താണ്, ഈ ഗോപികമാരുടെ ലെവലിലേക്ക് എത്തണം. അപ്പൊ എന്താണ്, ഒരു ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു കാമുകി അവരുടെ കമിതാവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഉള്ള ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത് അല്ലെ. വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഉള്ള അവസ്ഥ എന്താണ്? ഇവര് തമ്മിൽ ഒരു പ്രണയത്തിന്റെ ഒരു സമയമുണ്ട് അല്ലെ. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് അങ്ങനെ മിക്കവാറും വിവാഹം കഴിക്കുന്നതിന് മുൻപേ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയം, ഇപ്പോഴത്തെ ഉള്ള ന്യൂജനോട് ചോദിച്ചാൽ അറിയാം അല്ലെ. ആ ഒരു സമയം, കല്യാണം വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇത് പ്രേമിച്ച് നടക്കുന്ന അല്ലെ. നമ്മൾ ഒരു ഫോൺ കോൾ അവരുടെ വരാനായിട്ട് കാത്തിരിക്കുന്നു അല്ലെ. ഏത് സമയവും മനസ്സിലും വിചാരത്തിലും ചിന്തയിലും ഒക്കെ ആ കമിതാവിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് തന്നെയാണ് ഭഗവാനെ നമ്മൾ കമിതാവായിട്ട് കാണുമ്പോൾ ഉണ്ടാകേണ്ടത്, പരകീയ പ്രേമരസം. വിവാഹം കഴിഞ്ഞാൽ എന്താണ്? ആ സംഭവങ്ങളൊക്കെ അതേപടി തീരുന്നു. പിന്നെ
വഴക്കും യുദ്ധമായി അല്ലെ. പിറ്റേ ദിവസം തൊട്ട് ഡൈവേഴ്സിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നു. അതിനു മുൻപേ അല്ലെ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മില് എന്താണ് ദൂരെ ഇരുന്നിട്ടുള്ള ആ ഒരു പ്രേമം, അടുത്തില്ലാത്തപ്പോൾ ആ ഒരു വിരഹം, അടുത്തില്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ആ വിരഹത്തിൽ ഉണ്ടാകുന്ന പ്രേമം, ആ ആള് അടുത്ത് ഇല്ലാത്തപ്പോൾ നമുക്ക് ആ ആളോട് തോന്നുന്ന ഇദ്ദേഹം ഒന്ന് അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് തോന്നുന്ന, പക്ഷെ അടുത്ത് വരികയും ചെയ്യരുത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന ഈ പരകീയ പ്രേമരസം പരകീയ പ്രേമരസം. അതായത് കൃഷ്ണൻ അടുത്തുണ്ടായിരുന്നപ്പോൾ ഗോപികമാരുടെ ലെവലും കൃഷ്ണൻ അവരെ വിട്ടുപോയപ്പോൾ അവർക്കുണ്ടായ ലെവലും രണ്ടും രണ്ടാണ്. കൃഷ്ണൻ അടുത്തുണ്ടായിരുന്നപ്പോ എപ്പോഴും ഭഗവാൻ അടുത്തുണ്ടായിരുന്നു അല്ലേ. ആ ഒരു വാല്യൂ മനസ്സിലായോ? ഇല്ല. പക്ഷെ ഭഗവാൻ അവരെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാണ്? ഗൃഹസ്ഥരാണ് അല്ലെ. നമുക്കൊക്കെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അങ്ങനെ ഈ അവസ്ഥയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗോപികമാരും അവർക്കും ഇതെല്ലാം ഉണ്ടല്ലേ. പക്ഷെ അവരെല്ലാവരും 5 വയസ്സുള്ള ഗോപിക തൊട്ട് 100-150 വയസ്സുള്ള ഗോപികമാര് വരെ ഭഗവാനെ ഭർത്താവായിട്ട് കാണുന്നു, അല്ലെങ്കിൽ കമിതാവായിട്ട് കാണുന്നു. അപ്പോൾ എന്താണ് അവരുടെ ആ ഹൃദയത്തിൽ ഈ അടുത്തില്ലാത്ത ആളോട് തോന്നുന്ന ആ ഒരു പ്രേമ നിർവൃതി, അല്ലെങ്കിൽ എന്തും നമുക്ക് കമിതാവിനോട് പറയാം അല്ലെ. നമുക്ക് എന്ത് കാര്യം കമിതാവിനോട് പറയാം അല്ലെ. ഒരു സുഹൃത്തിനോട് പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളും പറയാം അല്ലെ. അപ്പൊ കമിതാവിനെ നമ്മൾ എന്താണ് ഏത് സമയവും നമ്മൾ ചിന്തിച്ചുകൊണ്ടും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. അത് തന്നെയാണ് കൃഷ്ണാബോധത്തിന്റെ ടോപ്പ് പ്രേമം. ഇതാണ് ഈ ഗ്രന്ഥങ്ങള്, ഭഗവത്ഗീത, ഭാഗവതം, 4 വേദങ്ങള്, ഇതെല്ലാം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടാത്ത ഈ ഒരു സംഭവമാണ് ആ പ്രേമം. യോഗികൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷങ്ങൾ തപസ് അനുഷ്ഠിച്ചിട്ട് അവർക്ക് കിട്ടാത്ത ഒരു സംഭവമാണ് എന്താണ് ഈ പ്രേമം. ആ പ്രേമം കിട്ടുക, കൃഷ്ണ പ്രേമം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhDയുടെ ഒരു 10-15 PhDയുടെ അതിനേക്കാളും വലിയൊരു ഡിഗ്രിയാണല്ലേ. അത് സ്കൂളിൽ പോകണം എന്നൊന്നും ഇല്ല. അതില്ലാതെയൊക്കെ തന്നെ ഗോപികമാർക്ക് ആ പ്രേമം കിട്ടി. നമുക്കാർക്കും അതിന്റെ ഒരു ലേശം പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഭഗവാനോട് എങ്ങനെ ആ പ്രേമം ഉണ്ടാകും എന്നുള്ളത് അല്ലെ. അല്ലെ, ഞാൻ ഈ വയസ്സിയായിട്ടുള്ള ആളാണ്, ഞാൻ അമ്പിയമാതാജി വരും, ഞാൻ എങ്ങനെ ഭഗവാനെ ഒരു കാമുകനെ പോലെ കാണും അല്ലെ. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഗോപികമാരാണ് അല്ലെ. ഭഗവാൻ എത്രയോ പ്രായമുള്ള ആളാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ആ ഒരു സങ്കല്പമല്ല നമ്മൾ ഭഗവാനോട് ചെയ്യേണ്ടത്. അതായത് ഈ ഭയഭക്തിയിൽ പോകുവാണെങ്കിൽ നമ്മൾ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത് അല്ലെ. ഇനി അല്ലാതെ പോവുകയാണെങ്കിൽ, ഈ പറയുന്ന ഭാവഭക്തിയിൽ കൂടെ പോവുകയാണെങ്കിൽ ഭഗവാനെ ഈ ഏതെങ്കിലും രീതിയിലുള്ള ഭാവത്തിൽ നമ്മൾ കാണണം. അപ്പൊ നമ്മള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ അല്ലെ. നിങ്ങൾ ആരും സംസാരിക്കാതെയൊക്കെ ഇരിക്കണം. 5 മിനിറ്റ് എന്താണ് നമ്മൾ ഭഗവാന്റെ ഒരു ലീലയിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും കൂടെ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യുക. നമുക്ക് ജസ്റ്റ് സമയം പോയില്ല എന്ന് വിചാരിക്കും. 5 മിനിറ്റ് സമയം എടുക്കാം. എല്ലാവരും തയ്യാറായല്ലോ അല്ലെ. ആരും സംസാരിക്കരുത്. വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരതൊക്കെ നിർത്തുക. ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദം എല്ലാം മ്യൂട്ട് ചെയ്യുക. സുജന മാതാജിയുടെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ശബ്ദം ഉള്ളത്. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് മാതാജിയെ. അപ്പം നമ്മള് ഭഗവാന്റെ ഒരു ലീലയിൽ നമ്മൾ 5 മിനിറ്റ് നമ്മൾ എല്ലാവരും സഞ്ചരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? കണ്ണടയ്ക്കണം. ഞാനിങ്ങനെ ഭഗവാന്റെ ലീലയിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോവാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ആ ലീലയിൽ നിങ്ങൾ പങ്കെടുക്കുക. കുറച്ച് സമയമേ ഉള്ളൂ, നീണ്ടു പോകാനായിട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ലീലയിൽ കൂടെ എന്താണ് ഇങ്ങനെ പോരുവാണ്. അപ്പം എന്താണ്
അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്താണ്? ഗോപികമാരാണ്. നിങ്ങൾ എല്ലാവരും ഭഗവാന്റെ ഗോപികമാരാണ്. അപ്പൊ ഞാനും അതെ, ഞാനൊരു ഗോപനോ ഗോപികയോ. അപ്പൊ നമ്മൾ എല്ലാവരും അറിയാമല്ലോ, എന്താണ് നമ്മൾ ഈ പുരുഷൻ എന്ന് പറയുന്നത് ആരാ? ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. ആരാണ് അത്? പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനാണ് അല്ലെ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നമ്മളുടെ എല്ലാവരുടെയും ഭർത്താവാണ് ഭഗവാൻ. ഇപ്പൊ നമ്മൾ ഈ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ശരീരത്തിന് മാത്രം, ഈ ഉടുപ്പിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെ. നമ്മൾ എല്ലാവരും ഭഗവാന്റെ എന്താണ്? ഗോപികമാരാണ്. അപ്പൊ ആ ഒരു ഗോപികമാരാണെന്നുള്ള ലെവൽ നിങ്ങളിപ്പോ മനസ്സിനെ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് പോവുക. അപ്പൊ എല്ലാവരും വൃന്ദാവനത്തിലേക്ക്, എല്ലാവരും കണ്ണടച്ചു. നമ്മളിപ്പോ നിൽക്കുന്ന വൃന്ദാവനമാണ്. അപ്പൊ നമ്മൾ കാണുന്നത് അവിടെ കുറെ കദംബ വൃക്ഷങ്ങളുണ്ട്. അതെല്ലാം നിറയെ പൂക്കളും കായ്കളും. എല്ലാവരും മനസ്സിൽ കാണുക. കുറെ പൂക്കളും കായ്കളും കായ്കനികളും ഉണ്ട്. നിറയെ അവിടെ മാവ് ഇങ്ങനെ എന്നാ പറഞ്ഞ കായ്ച്ചു കിടക്കുന്നു. ആ മാമ്പഴമൊക്കെ ഇങ്ങനെ നിലം മുട്ടാറായിട്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? ആ മാവൊക്കെ നിലം പരിശായിട്ടിരിക്കുന്നത്. അതായത് ഭഗവാൻ അതിന് എളുപ്പന്ന് അതിലെ മാമ്പഴം സേവിക്കാൻ വേണ്ടിയിട്ട് ഈ മാവൊക്കെ എന്താണ്? അതിന്റെ ശാഖകളെ താഴ്ത്തി കൊടുത്തിരിക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങകളെല്ലാം ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ പാരിജാതം പൂത്തു നിൽക്കുന്നു. നല്ല സുഗന്ധം എല്ലായിടത്തും. നല്ല മന്ദമാരുതൻ, നല്ല തണുത്ത കാറ്റ് വീശുന്നു. അപ്പം നിങ്ങള് മാതാജിമാരെല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും എന്താണ്? അവിടെ നിൽക്കുന്നു. ഭഗവാനെ കാത്തു നിൽക്കുകയാണ് അവിടെ. ഭഗവാൻ വരുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പം എന്താണ്? എല്ലാ ദിവസവും രാവിലെ പശുക്കളെ മേയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ സമയം വന്ന് നോക്കി ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്ന് ഭഗവാൻ എവിടെയാണ്? ജ്ഞാനാംബിക മാതാജി അവിടെ നിന്ന് ചോദിക്കുന്നു, ഇന്ന് ഭഗവാൻ എവിടെയാണ് ലീല നടത്തുന്നത്? ഏത് വനത്തിലാണ് ഇന്ന് തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്നു ഗീതാ മാതാജിയോട്. അപ്പൊ ഗീതാ മാതാജി പറയുന്നു, ഇന്ന് വരുന്നത് ബാണ്ടീര വനത്തിലാണ് ഭഗവാൻ എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചതെന്ന്. അപ്പോൾ എന്താണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി അവിടെ എല്ലാം വിരിച്ച് സംവിധാനങ്ങളൊക്കെ ശരിയാക്കാം എന്ന് പറയുന്നു. അപ്പം ഷെബി മാതാജി പറയുന്നു, നമുക്കെല്ലാം അവിടെ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി ഇടാം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഓരോ ചൂലുമൊക്കെ എടുത്ത് അവിടെയെല്ലാം ഭഗവാൻ ഇരിക്കാനുള്ള ആസനങ്ങളൊക്കെ വൃത്തിയാക്കി ഇടുന്നു. ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത്? ഒരാള് അടിച്ചുവാരി വൃത്തിയാക്കുന്നു, ഒരാൾ ആ ചവറും എല്ലാം എടുത്ത് മാറ്റി ഇടുന്നു. അതുപോലെ തന്നെ അടുത്തയാള് എന്താണ് ചെയ്യുന്നത്? അതുപോലെ ഭഗവാൻ ഇരിക്കാനായിട്ടുള്ള അവിടെ ആസനം ശരിയാക്കുന്നു. അതുപോലെ തന്നെ കദംബവൃക്ഷത്തിന്റെ ഒരു ശാഖ എന്തുണ്ട്? അങ്ങനെ താഴ്ന്ന് നിൽക്കുന്നു. അപ്പൊ ഭഗവാൻ ഇരുന്ന് എന്താണ്? പുല്ലാങ്കുഴൽ വായിക്കാനായിട്ടുള്ള ആ ഒരു സ്ഥലം ഇത് തന്നെയാണെന്ന് തീരുമാനിക്കുന്നു. ഇവിടെ തന്നെ ഇന്ന് കണ്ണനെ ഇവിടെ തന്നെ കയറ്റിയിരുത്തി പുല്ലാങ്കുഴൽ വായിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ അങ്ങനെ ഇന്ന് എന്തൊക്കെയാണ് ഭഗവാൻ കൊടുക്കേണ്ടത്? ഇന്ന് വരുമ്പോൾ ഒരു നല്ല മാല ഉണ്ടാക്കിയിടണം അല്ലെ, വനമാല. അപ്പൊ ഞാൻ ഇന്ന് പൂ പറിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പത്മ മാതാജി, ഞാൻ ഇന്ന് പൂ പറിക്കുന്ന ഇന്ന് എന്റെ ചുമതലയാണ് എന്ന് പറഞ്ഞ് പത്മ മാതാജി എന്ത് ചെയ്യുന്നു? പതുക്കെ പുഷ്പങ്ങളൊക്കെ പറിക്കാനായിട്ട് പോകുന്നു. അപ്പൊ കൂടെ സഹായിക്കാനായിട്ട് മറ്റു മാതാജിമാരെയും വിളിക്കുന്നു. അപ്പൊ എല്ലാവരും വനപുഷ്പങ്ങളൊക്കെ ഓരോന്നോരോന്ന് പറിച്ചെടുക്കുന്നു. ഈ പറിച്ചെടുക്കുമ്പോഴത്തേക്കിനും അവരെല്ലാരും ചിന്തിക്കുന്നത്, ഇത് മാല കെട്ടി ഞാൻ ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എത്ര സുന്ദരനാകും അല്ലെ. ഈ പുഷ്പങ്ങൾ എത്ര മനോഹരമാണ്. അപ്പോൾ ഇത് ആ ഗോവിന്ദന്റെ കഴുത്തിൽ ഇടുവായിരുന്നെങ്കിൽ എത്ര മനോഹരമാണെന്ന് ഓരോരുത്തരും വിചാരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും വളരെ ഉത്സാഹത്തോടു കൂടി മാലയൊക്കെ പൂക്കളെല്ലാം പറിക്കുന്നു. എന്നിട്ട് മാല കോർക്കുന്നു. അങ്ങനെ ഒരു വലിയ വനമാല തയ്യാറായി. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് നമ്മുടെ ഉത്തമ ഭക്തി രോഹിണി ദേവി ദാസി മാതാജി പറയുന്നു, ഇന്ന് ഗോരോചനം ഭഗവാനെ ഇടിയിക്കുന്നത് ഞാനാണ്. അപ്പൊ കുബ്ജ ചെയ്ത ആ ഒരു പണി ഞാൻ ഇന്ന് ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗോപീചന്ദനും ഗോരോചനും എല്ലാം കൊണ്ട് റെഡിയാക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ പോരും എന്ന് പറഞ്ഞ് പോരുന്നു. അപ്പൊ മാധവീരാധ മാതാജി പറയുന്നു, എന്റെ വക ഞാൻ ഇന്നൊരു എന്താണ് പനിനീർ പൂവുകൾ കൊണ്ടും തുളസിപ്പൂവും കൊണ്ടുള്ള ഒരു മാലയും ഞാൻ വേറെ തയ്യാറാക്കുന്നുണ്ട്. ഞാൻ കുറെ നാളായിട്ട് ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് മാലയൊക്കെ കെട്ടിയിട്ടാണ്. അപ്പൊ ശാന്തകുമാരി മാതാജി പറയുന്നു, അല്ല, എന്റെ വക ഞാനും മാല കെട്ടുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ഭഗവാന് മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ എല്ലാവരും ആ മാലയൊക്കെ ആയിട്ട് നോക്കിയിരിക്കുന്നു. ഗോവിന്ദൻ എവിടെ എന്ന് നോക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതേ അകലെ എന്താണ്? കാലിലുള്ള ചിലമ്പിന്റെ ശബ്ദം കേൾക്കുന്നു. എന്താണ്?
പശുക്കള് എല്ലാം അകമ്പടിയോടെ ഭഗവാന്റെ പാദങ്ങളിലൊക്കെ നക്കി, പശുക്കിടാങ്ങളൊക്കെ നക്കി തുടയ്ക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഗോവിന്ദൻ അടുത്തേക്ക് നടന്നു വരുന്നു. എല്ലാവരും ഗോവിന്ദനെ എന്താണ് കേശാദിപാദവും പാദാദികേശവും ഒഴിഞ്ഞ് എന്താണ് ആ ഒരു ഭഗവാനെ എന്താണ് ആ ഭംഗി ആസ്വദിക്കുന്നു. ആസ്വദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുന്നു, "ദേ ഇന്ന് ഇവിടെ ഇരുന്നാണ് പുല്ലാങ്കുഴൽ വായിക്കേണ്ടതെന്ന് പറയുന്നു, ഭഗവാനോട് പറയുന്നു. അപ്പൊ ഭഗവാൻ അവിടെ കയറി ഇരിക്കുന്നു. എല്ലാവരെയും ഭഗവാന്റെ ആ ഒരു മനോഹരമായ നയനങ്ങൾ കൊണ്ട് നോക്കുന്നു. എന്നിട്ട് ഭഗവാൻ ആ പുല്ലാങ്കുഴലിൽ വായിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും മതിമറന്ന് നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പം രാധ എവിടെ എന്ന് ചോദിക്കുന്നു. രാധ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദാ രാധാറാണി അതേ സമയത്ത് അവിടെ ആഗതയായി. അപ്പം ആ, രാധാറാണി അവിടെ ആ ഭഗവാന്റെ കൂടെ ആ കദംബവൃക്ഷത്തിൽ കയറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ രാധയും കൃഷ്ണനും ഒരുമിച്ചിരിക്കുന്ന ആ അതിമനോഹരമായിട്ടുള്ള ആ ഒരു സന്ദർഭം ഇങ്ങനെ നോക്കിക്കണ്ട് എല്ലാവരും ആ ആനന്ദ ലഹരിയിൽ ആറാടി ഭഗവാനെ അപ്പം എന്താണ് ചാർത്തിക്കാനായിട്ടുള്ള ആ ആ ഒരു മാലകളൊക്കെ ഓരോരുത്തരെ ഏറ്റവരെല്ലാം കൊണ്ടിടുന്നു. ഗോരോചനം ചാർത്തിക്കുന്നു. ഭഗവാന്റെ പാദകമലങ്ങളിൽ ഇടാനായിട്ടുള്ള മൈലാഞ്ചി എടുത്ത് അത് ഓരോരുത്തർ അണിയിക്കുന്നു. ഭഗവാന് അടുത്തത് എന്താണ്, ഈ മാങ്ങയൊക്കെ ആ, പഴുത്ത പഴങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പഴങ്ങളെല്ലാം ഭഗവാൻ അത് ഓരോന്നോരോന്നായിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഭഗവാൻ ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നു, ഭഗവാൻ രാധാറാണിക്കും. അത് കഴിഞ്ഞിട്ട് ആ, ഭഗവാൻ ഭക്ഷിച്ചതിന്റെ മിച്ചം എടുത്ത് ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. കാര്യം അതെന്താണ്, മഹാപ്രസാദമാണ്. ഇത് മഹാപ്രസാദമാണെന്നും ഇത് ഭഗവാനാണെന്നും അറിയാതെ തന്നെ അവര് ഇതെല്ലാം ചെയ്യുന്നത് ഉള്ളവർക്ക് കണ്ട് ഭഗവാൻ എന്താണ് അവരോടെല്ലാം അതിഭയങ്കരമായ സന്തോഷം തോന്നുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ആ ഒരു ഭഗവാനെയും രാധാറാണിയും ആ ഒരു കദംബവൃക്ഷത്തിന്റെ അവിടെ ഇരിക്കുന്നത് മനം ഉള്ളവർക്ക് കണ്ടിട്ട് നിങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ആ രൂപം മാറ്റിയിട്ട് കണ്ണു തുറക്കുക. ഹരേ കൃഷ്ണ. എല്ലാവരും വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ചു വരിക. ഹരേ കൃഷ്ണ. തിരിച്ചെത്തിയോ? ഹരേ കൃഷ്ണ. പ്രഭു ഏ നമ്മുടെ എത്താൻ ക്ലാസ്സിലേക്ക് വരിക. പറ്റണില്ല. അവിടെ തന്നെ ഇരിക്കാൻ തോന്നുക. ഹരേ കൃഷ്ണ. ഉം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമ്മള് ഭഗവാന്റെ ലീലയില് നമ്മള് എന്താണ് എല്ലാ ദിവസവും നമ്മൾ പങ്കെടുക്കുക. ഭഗവാന്റെ ലീലയിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ തന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം, ഭഗവാനെ അന്വേഷിച്ചിട്ടുള്ള നടപ്പ്. അപ്പം സദാ ഇങ്ങനെ ഏത് പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതേപോലെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൃഷ്ണാവബോധം നമുക്ക് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഈ ഭഗവാന്റെ രൂപഭംഗി ആസ്വദിക്കുക, ഭഗവാനെ പറ്റി വിചാരിക്കുക. അത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കത് എങ്ങനെ സാധിക്കും? നമ്മൾ ഈ ഭഗവാന്റെ ലീലകളിൽ കൂടി, ലീലാസ്മരണമാണ്. ലീലാസ്മരണത്തിൽ നമ്മൾ പങ്കെടുക്കുക. അത് തന്നെയാണ് ഏറ്റവും ഒരു ശക്തമായ ഉപാധി. ചിലപ്പോൾ അല്ലാത്ത ചില ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിള് പറഞ്ഞു തന്നത്. ഇനി ഓരോ ദിവസവും ഭഗവാന്റെ ഓരോ ലീലകൾ എടുക്കുക. ആ ലീലകളൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ സമയമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത ഒരു ക്ലാസ്സിൽ വേറൊരു ലീലയിൽ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലേ? അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഞാൻ വിട്ടുപോയോ? കണ്ണടച്ചിരിക്കുന്ന കാരണം ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. കൃഷ്ണകുമാരി മാതാജി, സോറി മാതാജി, സുജന മാതാജി, ഹരേ കൃഷ്ണ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പേരെടുത്ത് വിളിച്ചില്ലെങ്കിലും ലീലയിൽ ഉണ്ടായിരുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഇപ്പൊ മാധവി രാധാ മാതാജിക്ക് എന്ത് തോന്നുന്നു? മാലയൊക്കെ ഇട്ടോ ഭഗവാന്? ശാന്തകുമാരി മാതാജിക്ക് മൈക്ക് ഓഫാണ്. പ്രഭു എന്നും ഭഗവാന് മാല കെട്ടി കൊടുക്കുന്നുണ്ട്. ഹരിബോൽ. എന്നും അത് ഇപ്പൊ വീട്ടിൽ ഇട്ടായിരുന്നോ? ഇപ്പൊ ഇട്ടായിരുന്നോ? അതാ ഞാൻ ചോദിച്ചത്. അതെനിക്കറിയാം മാതാജിക്ക്.
ഉം. ഇ- പിന്നെ ഇ- പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ മാല കെട്ടുന്നവരല്ലേ. അപ്പൊ എന്നും അമ്പലത്തിലേക്ക് മാല കെട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പനിയാ, എന്നാലും അമ്പലത്തിൽ കെട്ടിയില്ല, ഇവിടെ ഞാൻ കെട്ടി. പിന്നെ എന്നും കെട്ടുന്നുണ്ട്. ഭഗവാൻ എന്നും കൊടുക്കും. ഹരേ എനിക്കത് കൃഷ്ണ. അതാണ് ഏറ്റവും ഹരേ കൃഷ്ണ. കാര്യം. ഗീതാ മാതാജിക്ക് തോന്നിയോ നന്നായിട്ട് അടിച്ചുവാരി വൃത്തിയാക്കാൻ പറ്റിയെന്ന്? ഞാനിങ്ങനെ പറഞ്ഞ കൂടെ അവിടെ ചൂല് കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നോ? അതോ വെറുതെ ചിരിച്ചോണ്ടിരുന്നോ? തമാശാണ്, ഞാൻ തമാശ പറയുന്ന രീതിയിൽ ഇരുന്നോ? അല്ല 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 ഞാനേ നമ്മൾ അവിടെ പോയായിരുന്നല്ലോ, അപ്പൊ എനിക്ക് ആ കഥപുരുഷങ്ങളൊക്കെ ഓർമ്മ വന്നു. ആ ഭാഗമല്ല അവിടുന്നല്ലേ നമ്മള് പാൽപ്പായസം അവിടുന്നല്ലേ തന്നത് അതെ അതിന്റെ ഭാഗം അതെ, നമ്മൾ ഇന്ന് അവിടെ ബാണ്ഡീരവനത്തിലാണ് നമ്മൾ പോയത്. അവിടെയാണ് രാധാകൃഷ്ണ ശൈശവ വിവാഹം നടന്ന സ്ഥലം. നടന്ന ഉം. ജ്ഞാനാംബിക മാതാജി വന്നായിരുന്ന വൃന്ദാവനത്തിൽ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി ഇപ്പോഴും അവിടെ ഇരിക്കുക, വൃന്ദാവനത്തിൽ തന്നെ പോന്നിട്ടില്ല. ഹരി പോൽ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. ഉം. കാമക്രോധ വിമുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധ വിമുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധ വിമുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. നമുക്ക് വായിക്കാനുള്ളത് ഇനി ശാന്തകുമാരി മാതാജി 26-ാമത്തെ ശ്ലോകം. പത്മ മാതാജി തയ്യാറായിരുന്നു. ശ്രീരഞ്ജിനി മാതാജി, പ്രഭു 3 പേര്. 26-ാമത്തെ ശ്ലോകം. പനിയായത് എടുത്തിട്ടില്ല, പനിയായത് കുഴപ്പമില്ല. കുഴപ്പമില്ല മാതാജി. 26-ാമത്തെ ശ്ലോകം പത്മ മാതാജി. ഹരേ കൃഷ്ണ. കാമക്രോധ വിമുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അന്ന് അവിടെ ശ്രീ പോയപ്പോ പ്രഭു ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ഫോട്ടോ, ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. ഇപ്പൊ അതെന്റെ ഫോണിൽ നിന്ന് പോയി. അന്ന് പ്രഭുവിനെ അറിയത്തേ ഇല്ലല്ലോ. എന്നാ അതെ, മണ്ണ് വാരി തിന്നിടത്തും കണ്ടുപോയപ്പോ രമൺ റേത്തിയിൽ വെച്ചിട്ടല്ലേ? ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ എന്റെ ഫോണിൽ നിന്ന് അത് പോയി. എന്റെ കയ്യിൽ ഇല്ല മാതാജി, അതൊക്കെ പോയി. ഫോൺ മാറി കഴിഞ്ഞപ്പോ എല്ലാം പോയി. രാധാസ്വാമി മാതാജി ഞാനും കൂടെ ഒക്കെ എടുത്തതായിരുന്നു. ഇപ്പൊ അതില്ല, ഫോണൊക്കെ മാറിപ്പോയപ്പം പോയി. അന്ന് അതെല്ലേ? അറിയത്തൊന്നും ഇല്ലല്ലോ, ഒരാൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു, അത് എടുത്തതാ. അതെ 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 അതെ. ഹരേ കൃഷ്ണ. എന്തായാലും മാതാജിക്ക് വീണ്ടും വൃന്ദാവനത്തിൽ പോകാൻ പറ്റിയോ? ഇല്ല ഇല്ല, പിന്നെ പോയൊന്നും ഇല്ല, അന്ന് അല്ല, പോയതേ അതല്ല, ഉള്ളൂ. ഇപ്പൊ പോകാൻ പറ്റിയോ? ഇപ്പം ഇപ്പൊ ഇങ്ങനെ അതെല്ലാം ഓർത്തു. ഹരി ബോൽ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി ഞാൻ ശ്രീരഞ്ജനി വായിക്കാം. എന്നാ മാധവി രാധ മാതാജി വായിച്ചോളൂ ശ്ലോകം. കാമക്രോധവിയുക്താനാം യതീനായതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. മാതാജി വൃന്ദാവനത്തിൽ തന്നെ ആണോ? കാണുന്നില്ല. പോന്നു പോകുന്നില്ല. പോകുന്നില്ല. ഉം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. കാമക്രോധ വിമുക്താനം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തിതോ വിദിതാത്മാനം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. കാമക്രോധ വിമുക്താനം, കാമക്രോധങ്ങളിൽ നിന്ന് മുക്തനായി, യഥചേതസാം സംയത ചിത്തന്മാരായി, വിദിതാത്മാനം ആത്മജ്ഞാനികളായ, യതീനാം യതികൾ അഭിത താമസിയാതെ, ബ്രഹ്മനിർവാണം പരമമുക്തിയിൽ വർത്തതേ സ്ഥിതി ചെയ്യുന്നു. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അജരേണ പരമപദ പ്രാപ്തി സുനിശ്ചിതമാണ്. അതിന്റെ ഭാവാർത്ഥം ശിബി മാതാജി. हरे कृष्णा. जय श्री प्रभुपाद की.
ഭാവാർത്ഥം മുക്തിക്ക് വേണ്ടി നിരന്തരം യത്നിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രാത്മാക്കളിൽ വെച്ച് ഉത്തമനാണ് കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ. ഭാഗവതം 4-ാം സ്കന്ധം 22-30 ഇതിനെ അനുകൂലിക്കുന്നു. യത് പാദപങ്കജ പലാശ വിലാസ ഭക്ത്യാ കർമാശയം ഗ്രഥിതമുദ്ഗ്രഥയന്തി സന്താം തദ്വന്നരിക്തമതയോ യതയോഹപിരുദ്ധ സ്രോതോ ഗണാസ്മസ്തമരണം ഭജ വാസുദേവം. കാമ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം ഭഗവത് പാദസേവയിൽ മുഴുകി അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നവരാണ് ഭക്തന്മാർ. അവരെ പോലെ ഇന്ദ്രിയ സുഖങ്ങളുടെ അദമ്യമായ ത്വരയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മഹർഷീശ്വരന്മാർക്കു പോലും സാധിക്കുന്നില്ല. കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ്. ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്ക് പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട്. കൃഷ്ണാബോധത്തോടെ നിരന്തരം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തനാകട്ടെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം നേടി പെട്ടെന്ന് തന്നെ പരമപദപ്രാപ്തി ലഭിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തെ പറ്റി പൂർണ്ണജ്ഞാനമുള്ള അയാൾ എപ്പോഴും സമാധിയിലാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. ദർശനധ്യാന സംസ്പർശൈർ മത്സ്യകൂർമ്മ വിഹംഗമ സ്വാന്യപത്യാദി പുഷ്ണന്തി തഥാഹമപി പത്മജ. ദർശനം, ധ്യാനം, സ്പർശം എന്നിവ കൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു. ഹേ പത്മജ, ഞാനും അങ്ങനെ തന്നെ. നോട്ടം കൊണ്ട് മാത്രമാണത്രേ മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. ആമ ധ്യാനം കൊണ്ടും. ആമ കരയിലാണ് മുട്ടയിടുന്നത്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളെ മനസ്സൂന്നുകയും ചെയ്യുന്നു. അതുപോലെ കൃഷ്ണാബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാം. ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾക്ക് അനുഭവപ്പെടില്ല. സദാ പരമപുരുഷൻ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ഈ അവസ്ഥയാണ് ബ്രഹ്മനിർവാണം. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ആ ബ്രഹ്മനിർവാണത്തിന്റെ നിർവചനമാണ് ഇവിടെ പറഞ്ഞത് അല്ലെ? എന്തായിരുന്നു ബ്രഹ്മനിർവാണം? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഉദാഹരണവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദ പ്രാപ്തി സുനിശ്ചിതമാണ്. എന്താണ് പരമപദ പ്രാപ്തി? പരമം എന്ന് പറഞ്ഞാൽ സുപ്രീം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ്. പരമപദ പ്രാപ്തി എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ നമുക്കുണ്ട്, 8ാമത്തെ അധ്യായം അല്ലെ? ഭഗവാന്റെ ധാമത്തിൽ ചെല്ലുന്നതാണ് ആ പരമപദ പ്രാപ്തി എന്ന് പറയുന്നത് അല്ലെ? ഭഗവാന്റെ ധാമത്തിൽ ചെന്നെത്തുക, അത് അത്ര എളുപ്പമാണോ? അല്ല, അത് കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് അല്ലെ? അങ്ങോട്ടേക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് വിസയും ടിക്കറ്റും ഒക്കെ കിട്ടത്തില്ല അല്ലെ? വിസ കിട്ടിയാലും ടിക്കറ്റ് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ? ചിലപ്പം അത് ആ എന്താണ് നല്ല കാലതാമസം എടുക്കും. അത്ര പെട്ടെന്നൊന്നും പോകാനായിട്ട് സാധ്യമല്ല. കാര്യം എന്താണ്? നമ്മൾ ഇപ്പോഴും ആ ഒരു ശാരീരിക ബോധത്തിൽ നിന്ന്, ശാരീരിക അവസ്ഥയിൽ നിന്ന് നമ്മൾ വിമുക്തരായിട്ടില്ല അല്ലെ? ഇത്രയൊക്കെ നമ്മൾ കേട്ടിട്ട് ഒന്നും ഈ പറയുന്ന ഞാനോ ഈ കേൾക്കുന്ന നിങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ശാരീരിക ബോധം വെടിഞ്ഞിട്ട് നമ്മൾ ഗോപികമാര് ജീവിച്ച പോലെ ഗൃഹസ്ഥരായിട്ട് ജീവിച്ചിട്ടും നമ്മൾ സർവ്വതും ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ നമ്മൾ സാധിച്ചിട്ടില്ല. ഗോപികമാരുടെ ജീവിതം എന്തായിരുന്നു? അവരെല്ലാരും ഗൃഹസ്ഥരായിരുന്നു അല്ലെ? അതെ. സാധാരണ സ്ത്രീകൾ, അവർക്കെല്ലാം മക്കളും കൊച്ചുമക്കളും ആ എല്ലാം ഉണ്ടായിരുന്നു, ഭർത്താക്കന്മാരും എല്ലാം ഉള്ളവരായിരുന്നു. അപ്പൊ അവര് ഉണ്ടായിരുന്നപ്പോ അവരെയെല്ലാം അവര് പരിപാലിക്കാതിരുന്നോ? ഇല്ല. വീട്ടിലെ കാര്യങ്ങൾ പശുവിനെ നോക്കാതെ, പശുവിനെ കറക്കാതെയോ അല്ലെങ്കിൽ തൈരുണ്ടാക്കാതെയോ ഉറയൊഴിക്കാതെയോ മോര് കലക്കാതെയോ ഒക്കെ ഇരുന്നിട്ടുണ്ടോ അവര്? അവരിതെല്ലാം ചെയ്യുമ്പോഴും അപ്പൊ അവരെന്താണ്? ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചു. സദാ ഭഗവാനായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ അവർക്ക് എന്താണ്? മറ്റുള്ള ഭൗതിക ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ അവര് അറിഞ്ഞില്ല. ഇതൊക്കെ ഈ നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്തായിരുന്നു? അവർക്കും ഉണ്ടായിരുന്നു അല്ലെ? കുടുംബ പ്രശ്നങ്ങളും മറ്റുള്ള ശാരീരിക പ്രശ്നങ്ങളും അസുഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കാര്യം എന്താണ്? സദാ ഭഗവാൻ കൂടെ ഉള്ളത്.
ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അതിന്റെ ഇടയ്ക്ക് മറന്നുപോയി ഞാൻ. വേറെ കാര്യങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ മറന്നുപോയി. ഗോപിമാരുടെ കൂടെ സദാ ഭഗവാൻ ഉണ്ടായിരുന്നു. സദാ ഭഗവാൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഈ പ്രശ്നങ്ങൾ നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും വരുകയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അതായത് നമ്മളുടെ വസന്തവും ഗ്രീഷ്മവും ഇതെല്ലാം എന്താണ്, അതുപോലെ മഞ്ഞുകാലം മഴക്കാലം ഇതെല്ലാം വന്നും പോയിക്കൊണ്ടും ഇരിക്കും അല്ലേ? അതൊക്കെ നമ്മളുടെ ജീവിതത്തെ അതിന്റെ ഒരു ഭാഗമായി മാറി എന്ന് പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളും അതെല്ലാം നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറി. നമ്മളുടെ അവയവങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മളുടെ അവയവങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മളുടെ കൂടെ കൂടിപ്പോയി അല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ കൂടെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഉണ്ടായിരുന്നു. അതും ഒഴിവാക്കാനായിട്ട് സാധ്യമല്ല അല്ലെ? അപ്പൊ എന്താണ്, നമ്മളുടെ ഈ അവയവങ്ങളെ എങ്ങനെ നമ്മളുടെ കൂടെ ഉണ്ടോ അതുപോലെ ഈ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളും നമ്മളുടെ ഒപ്പം ഉണ്ട്. പക്ഷെ എന്താണ്, അതിന്റെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ എന്താണ്, ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ വരുന്നതും പോകുന്നതും എന്താണ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലെ തന്നെ എന്താണ്, രാവും പകലും വരുന്നു അല്ലെ? സൂര്യൻ ഉദിക്കുന്നു, നമ്മൾ ആരെങ്കിലും അതിനെപ്പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടോ? ഇന്ന് സൂര്യൻ ദേ 6 മണിക്ക് ഇതാ അവിടെ ആ കുന്നിന്റെ മുകളിൽ ഇങ്ങനെ ഉദിച്ചു വന്നു എന്ന് പറഞ്ഞാൽ എത്ര പേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ? അത് നിത്യേന നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞ പോലെ ഇത് നിത്യവും നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന ഒരു സംഭവമായിട്ട് കാണാനായിട്ട് അങ്ങനെയുള്ളവർക്ക് കഴിയും. അപ്പൊ ആ ബ്രഹ്മനിർവാണം നേടിയവർക്ക് അങ്ങനെ അവര് ആത്മസാക്ഷാത്കാരം നേടി അവർക്ക് എന്താണ്, പരമപദപ്രാപ്തി സുനിശ്ചിതമാണ് എന്ന് പറയുന്നു. ഭഗവാന്റെ സ്വന്തം ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മള് ഈ ശരിക്കും പറഞ്ഞ ആ ഒരു മുമ്പേ പറഞ്ഞ ആ ഭഗവാന്റെ ആ ഒരു വൃന്ദാവനത്തിൽ നമ്മൾ പോയ ആ ഒരു ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അത് എത്ര പേരിൽ വർക്കൗട്ടായി, എത്ര പേര് അത് ഹൃദയത്തിലേക്ക് ചേർത്തു, അതോ ചിലര് തമാശ പോലെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനതൊരു ചെറിയൊരു ടെസ്റ്റ് ഡോസ് തന്നാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് നടക്കാറുള്ള ആയിരുന്നില്ല. ഇന്ന് എന്തുകൊണ്ടോ ഭഗവാന്റെ കൃപ കൊണ്ട് അത് നടന്നു എന്ന് വേണം. നമ്മൾ നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാലൊന്നും അത് നടക്കത്തില്ല. കാര്യം ഇത് ഭഗവാൻ നിരീക്ഷിച്ചു കഴിഞ്ഞാലേ മനസ്സിലുള്ളൂ. ഭഗവാന്റെ ലീലയിൽ നമ്മൾ വന്ന് പെടണമെങ്കിലും ഭഗവാൻ നിരൂപിക്കാതെ നടക്കത്തില്ലല്ലോ. ഭഗവാന്റെ ഇച്ഛയില്ലാതെ നടക്കത്തില്ല. ഇന്ന് എന്തുകൊണ്ടോ ഭഗവാന്റെ ഇച്ഛ ഉണ്ടായത് കൊണ്ട് മാത്രം അത് നടന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നിങ്ങളെയും കൂട്ടിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് ഇങ്ങനെ ഒന്ന് പോയാലോ എന്ന്, അല്ലേ? ഇങ്ങനെ ആ ലീലാസ്മരണം. പക്ഷെ നടക്കാറില്ല. ഇന്ന് നടന്നു. എന്തുകൊണ്ടാണ്? ഈ ശ്ലോകമായിരുന്നു ശരിക്കും അതിന് ആപ്റ്റായിട്ടുള്ള ശ്ലോകം. പക്ഷെ അതിന് മുൻപേ തന്നെ ഭഗവാൻ കൊണ്ടുവന്നു. അപ്പൊ ഈ ശ്ലോകത്തെ പറ്റി ഒന്നും തന്നെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന, ഞാൻ ഈ ഭാവാർത്ഥം വായിച്ചു പോലും നോക്കിയില്ല. പക്ഷെ ഈ ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് തന്നെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മള് ഇന്ന് ചെയ്ത ആ ഒരു ലീലാസ്മരണം നമ്മളെ എവിടെ വൃന്ദാവനത്തിൽ എത്തിച്ചു, അല്ലെങ്കിൽ ഭഗവാന്റെ നമ്മളെ ഓരോരുത്തരെ ആത്മസാക്ഷാത്കാരം പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഉദാഹരണം? ആമ അല്ലെ, ദർശനം. ഒരു മത്സ്യം അതിന്റെ കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? മത്സ്യം എന്താണ്, പാലൂട്ടാറുണ്ടോ? ഇല്ല. നോട്ടം കൊണ്ട്. മത്സ്യങ്ങള് പാലൂട്ടില്ല. കണ്ണുകൊണ്ട് അല്ലെ, ദർശനം കൊണ്ടാണ് അല്ലെ? കണ്ണുകൊണ്ട്. ദർശനം കൊണ്ടാണ് ഒരു മത്സ്യം അതിന്റെ കുട്ടികളെ പരിപാലിക്കുന്നത്. അതുപോലെ തന്നെ ആമയോ? ധ്യാനം കൊണ്ട്. ആമ ധ്യാനം കൊണ്ട്. അതെങ്ങനെയാണ്? ആമ എവിടെ വന്നാണ് മുട്ടയിടുന്നത്? കരയിൽ വന്ന് മുട്ടയിടും. കരയില്. വെള്ളത്തിലല്ലല്ലോ, കരയിൽ വന്ന് മണ്ണിന്റെ അകത്ത് ഇങ്ങനെ കുഴിച്ചിട്ട് അതിനകത്ത് മുട്ടയിട്ടിട്ട് മൂടിയിട്ടിട്ട് പോകും അല്ലെ? എന്നിട്ട് ഈ മുട്ടയെ പറ്റി ധ്യാനിച്ച് കടലിൽ ഇരിക്കുന്ന അവസ്ഥയിൽ എന്താണ്, ഈ മുട്ടയെ പറ്റിയാണ് ആമയുടെ ധ്യാനം അല്ലെ? അപ്പൊ ധ്യാനത്തിന്റെ പവർ കൊണ്ടാണ് ആമ എന്ത് ചെയ്യുന്നത്? ആ മുട്ട വിരിയിക്കുന്നത്. മുട്ട വിരിയിച്ച് എന്താണ്, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആ ആമയുടെ ധ്യാനം കൊണ്ട്. അതുപോലെ തന്നെ അടുത്തതാരാണ്? പക്ഷികള്. പക്ഷികൾ ആരെങ്കിലും പാലൂട്ടാറുണ്ടോ കുട്ടികളെ? ഇല്ല. എന്താണ്? സ്പർശനം കൊണ്ടല്ലേ? അതിന്റെ ചിറകിന്റെ അടിയിൽ എന്ത് ചെയ്യും? അതിനെ ഇങ്ങനെ വെച്ചിട്ട്, അപ്പൊ ആ കുട്ടികൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യണല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മള് എന്താണ്, ധ്യാനം കൊണ്ട് ഇവിടെ ആമ ചെയ്തതുപോലെ തന്നെ
ധ്യാനം കൊണ്ട് നമ്മൾ എന്താണ് ഗോലോക വൃന്ദാവനത്തിൽ നമ്മൾ എത്തിയതായിട്ട് കാണുക. ധ്യാനം കൊണ്ട് നമ്മള് ഭഗവാന്റെ ഭൂലോക വൃന്ദാവനത്തിലോ ഗോലോക വൃന്ദാവനത്തിലോ എവിടെയോ നമ്മളുടെ ധ്യാനത്താൽ നമ്മൾ എത്തിച്ചേരുക. നമ്മൾ ഇപ്പൊ ചെയ്ത ആ ധ്യാനമാണ് അല്ലെ. ധ്യാനം കൊണ്ട് നമ്മൾ എത്തിച്ചേരുക, ഭഗവാന്റെ പരമധാമത്തിൽ എത്തിച്ചേരുക അല്ലെ. അപ്പൊ അത് എത്ര പേർക്ക് സാധിക്കാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും സാധിക്കാൻ പറ്റും ധ്യാനം കൊണ്ടല്ലേ. ആ ആമ എങ്ങനെ അതിന്റെ മുട്ട കടലിൽ നിന്ന് കരയിലിരിക്കുന്ന മുട്ട വിരിയിച്ചോ, ആ ധ്യാനം കൊണ്ട് ഒരു ജീവിക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മൾ ഈ മുട്ട എന്ന് പറയുന്നത് ഭഗവാന്റെ ദിവ്യധാമമായിട്ട് ആണെങ്കിൽ എന്താണ് ആ ധ്യാനം കൊണ്ട് നമുക്ക് ഇത് വിരിയിക്കുക എന്നുള്ളത് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അല്ലെ. എങ്ങനെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ആ ഭഗവാന്റെ ദിവ്യധാമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് പറ്റും. കാര്യം നമ്മൾ അവിടെ പോകുന്നതിനേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മളിപ്പോ ചെയ്തത് അല്ലെ. ആ ദിവ്യധാമത്തിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഒരു ഇതാണ് നമ്മൾ ചെയ്തത്. ഭഗവാനുമായിട്ട് ആ ഒരു സേവ, ഭഗവാന്റെ സേവ നിങ്ങൾ അവിടെ അടിച്ചുവാരി വൃത്തിയാക്കി. അതുപോലെ തന്നെ നിങ്ങൾ ഭഗവാനുള്ള ഫ്രൂട്ട്സും അതും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു. ഭഗവാനുള്ള ഗോപീചന്ദനം അതുപോലെ തന്നെ ആ കുറിക്കൂട്ടുകളെല്ലാം എടുത്തുകൊണ്ട് വന്നു. അതുപോലെ തന്നെ വനമാല കെട്ടി ഓരോരുത്തരും നിങ്ങൾ മാതാജിമാരൊക്കെ അല്ലെ. ഇങ്ങനെ ചെയ്ത് നമ്മൾ അവിടെ ചെന്നും ഇതേ സേവ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യേണ്ട. ഈ ശാസ്ത്രങ്ങൾ തലകുത്തി നിന്ന് പഠിച്ചിട്ടും യോഗകൾ ശ്വാസം പ്രക്രിയകളിലൂടെ എത്ര നിന്നായി കഴിഞ്ഞാലും ഉണ്ടാകുകയില്ലാത്ത ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്തത്. ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ തലകുത്തി മറിഞ്ഞ് കാണാതെ ശ്ലോകങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്തുകയില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പൊ പോകാനായിട്ട് ശ്രമിച്ചത്. അത് എത്രമാത്രം സക്സസ് ആയി നിങ്ങളിൽ ഓരോരുത്തരിലും എന്നിൽ നിന്ന് എനിക്കറിയത്തില്ല, അത് ഭഗവാനിൽ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇത് ഞാൻ ഇന്ന് ആ ടെസ്റ്റ് ദിവസം തന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അത് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യണം. ഡെയിലി നാമം ജപിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒത്തിരി നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം, അത് നടക്കാതെ ഇരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾക്കത് ചെയ്യാനായിട്ട് പറ്റിയത്. അതുപോലെ ഓരോ ലീലകളും നിങ്ങൾ കേൾക്കണം. ഹിയറിംഗ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. കേട്ടിട്ട് നിങ്ങൾ ആ ലീലയിൽ ജീവിക്കണം. ഭഗവാന്റെ ലീലാസ്മരണം മാത്രമേ ഉള്ളൂ നമ്മൾ ഭഗവാനെ. ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ. ഭഗവത്ഗീത മുഴുവൻ പഠിക്കുക, ഭാഗവതം മുഴുവൻ പഠിക്കുക, അതുപോലെ തന്നെ നമ്മള് ധ്യാനം ചെയ്യുക, അതുപോലെ തന്നെ ടെമ്പിൾ വർഷിപ്പ് ചെയ്യുക, ഡയറ്റി വർഷിപ്പ്, ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് അതിലൊക്കെ ഉപരി ഭഗവാനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ആ ഭഗവാന്റെ ലീലാസ്മരണം നമ്മളെ കൂടുതൽ ഭഗവാനുമായിട്ട് അറ്റാച്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഉത്തമ ഭക്തി മാതാജിയൊക്കെ ചെയ്യുന്ന പോലെ ഭഗവാനെ മക്കളായിട്ടൊക്കെ കണ്ട് ശുശ്രൂഷിച്ച്, അതുപോലെ തന്നെ ഡ്രസ്സ് ഇടിയിപ്പിക്കുക, ഓരോരോ അലങ്കാരങ്ങൾ വെക്കുക, ഭഗവാന് ഉണ്ണാനും ഉറങ്ങാനും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ആ ഒരു രീതിയിലേക്ക് ഭഗവാനെ വഴക്ക് പറയാനും ഒക്കെയുള്ള ആ ഒരു അധികാരം നമുക്ക് കിട്ടുക അല്ലെ. ചീത്ത പറയാനും പീലിയൊക്കെ വെച്ചിട്ട് അടിക്കാനും അല്ലെ. ഇന്ന് ഞാൻ പട്ടിണിക്കിടും എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് ദേഷ്യപ്പെടുക, മര്യാദയ്ക്കൂടെ അടങ്ങി കിടക്കണം, ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് പറ്റുമോ? എല്ലാവർക്കും പറ്റത്തില്ല അല്ലെ. വളരെ കുറച്ച് പേർക്കേ പറ്റത്തുള്ളൂ. അപ്പൊ അതിലും നല്ലത് നമ്മൾ ഈ ലീലാസ്മരണത്തിലേക്ക് പോകുക. ഡയറ്റി വർഷിപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറ്റി ഇട്ടിട്ട് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല അല്ലെ. പൂർണ്ണമായിട്ടും നമ്മൾ ആ ഡയറ്റിയുടെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞുകൂടണം അല്ലെ. നമ്മൾ എങ്ങനെ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നു അതുപോലെ തന്നെ പരിചരിക്കേണ്ടി വരും. കാര്യം അതും ഭഗവാനിലേക്ക് പോകാനായിട്ടുള്ള ഒരു നല്ലൊരു വഴിയാണ്. ഡയറ്റ് എങ്ങനെ നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ പരിചരിക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് അങ്ങനെ ജീവൻ പോകാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകും. ഭഗവാനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങാനും നമ്മളുടെ ജീവൻ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ആ ഭഗവാന്റെ ഡയറ്റിയും ഭഗവാനായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത പോലെ തന്നെ. പക്ഷെ എത്ര പേർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന്. അതിനുള്ള ഭാഗ്യം കിട്ടാനുള്ള വഴികളാണ് മാതാജി ഞാൻ പറയുന്നത് അല്ലേ. അതെ. അപ്പൊ അത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് ഞാൻ അതിന്റെ ഒരു തുടക്കം ഇട്ട് തന്നു. ഓരോ ദിവസവും നിങ്ങളത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അതേപടി ചെയ്തുകൊണ്ടിരുന്ന് തന്നെ നിങ്ങൾ എങ്ങനെ ഭഗവാന്റെ ദിവ്യധാമത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ഈ ഒരു ജന്മം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തി വീണ്ടും കലിയുഗത്തിൽ ഇനി ജനിക്കേണ്ടി വന്നുള്ള അവസ്ഥയോ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ ഓരോ സംഭവങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ രീതിയിലാണ് നമ്മളെ അത് അഫക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതൊന്നും കാണാനും കേൾക്കാനും ഒന്നും പോകാതെ എത്രയും പെട്ടെന്ന്
ഇവിടുന്ന് എന്താണ് രക്ഷപ്പെട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ല എങ്കിൽ നമ്മൾ ഇവിടെ കുടുങ്ങി ഇവിടെ തന്നെ അകപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഭഗവാന്റെ ധാമത്തിലേക്ക് സ്വയം ഉയരാം. സ്വയം എന്നാണ് ശ്രീലപ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അങ്ങനെയുള്ളവർക്ക് അനുഭവപ്പെടുന്നില്ല എന്നും ശ്രീലപ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മള് ഈ ക്ലേശങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ എന്താണ്, ഈ ക്ലേശങ്ങള് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. അത് നമ്മളുടെ നിത്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കും ഈ ക്ലേശങ്ങള്, അല്ലേ? പരമപുരുഷനിൽ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത അവസ്ഥയാണ് ബ്രഹ്മനിർവ്വാണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള യാതൊരു ക്ലേശങ്ങളും നമ്മളെ ബാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മനിർവ്വാണം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായ ബ്രഹ്മനിർവ്വാണത്തിന്റെ അർത്ഥം എന്താന്ന്? ഈ ക്ലേശങ്ങൾ നമ്മളെ ഈ നമ്മള് ഭൗതിക ഈ ലോകത്ത് ജനിച്ചപ്പോൾ തന്നെ ഈ ക്ലേശങ്ങൾ കൊണ്ടാണ് ജനിച്ചത്. ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് മോചനമില്ല. എനിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാകും മാതാജി. ഇതൊക്കെ നമ്മൾ നോക്കുന്ന വീക്ഷണകോണിലാണ് ഇത് ഒരാൾക്ക് കൂടുതൽ കുറച്ച് എന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു രണ്ട് കൈയും ഇല്ല, അതുപോലെ തന്നെ ഒരു 10-40 വയസ്സായ ഒരു മാതാജിയാണ്. അതിന് കാല് ദേ ഇങ്ങനെ ഇരിക്കുകയാണ്. കാലിന് വിരലും എല്ലാം ഇങ്ങനെ കൂടിയിരിക്കുക. അതിൽ 2 വിരൽ മാത്രം ഇങ്ങനെ ഇരിപ്പുണ്ട്, രണ്ടിതില്. എന്നിട്ട് ആ മാതാജി നല്ല ഒന്നാന്തരം വിളക്ക് ചൂടിൽ നാം വിളക്ക് കത്തിക്കുന്നത്, തിരിയൊക്കെ ഇട്ടിട്ട്, വിളക്ക് ഞാനും കണ്ടു, തിരിയൊക്കെ ഇട്ട് ഞാനും ആ, കണ്ടത്. എന്നിട്ട് എന്താണ് അത് എണ്ണയൊക്കെ ഒരു പാട്ടുകാരത്തെ കുട്ടിയല്ല, കൺമണി കൺമണി. നല്ല പാട്ടുകാരൻ. ഞാനിപ്പോ സാക്ഷാൽ നല്ല ഞാൻ ഇതിനെ പാടും. അറിയാതെ തന്നെ ഓഫീസിൽ ഇരുന്ന് ഞാൻ ഇത് കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ എന്റെ കണ്ണിക്കൂടെ കുടുകൂടാ കണ്ണുനീര് ഒഴുകിപ്പോയി. ഞാൻ അറിയാതെ തന്നെ. കാര്യം നമുക്ക് ഇതെല്ലാം തന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് നമ്മള് അതെ, അതിന്റെ ഒരു ഏഹ്, 10-ൽ-1 അംശം പോലും നമുക്കത് അത് നേരെ ചൊവ്വേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതൊന്നും ഇല്ലാത്ത ആൾക്ക് നമുക്ക് എല്ലാ സൗകര്യങ്ങളും, നമുക്ക് ബംഗ്ലാവ് കാലുകൊണ്ട് അത് ഇത് എല്ലാ തീപ്പെട്ടി ഒരെടുത്ത് സംവിധാനങ്ങളും കത്തിച്ച്. ഉണ്ടല്ലേ. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ആ ഒരു മാതാജി, അത് 10-40 വയസ്സായി കാണും. അതിന് നല്ല ഏജ് തോന്നിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നമ്മുടെ ഒരു കൈയുടെ നീളേ ഉള്ളൂ അതിനാകെപ്പാടെ. 2 കൈയും ഇല്ല, 2 കാലും കൊണ്ട് വിളക്ക് കത്തിക്കുന്ന ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ നമിച്ചു. അത് പക്ഷെ ഞാനും കണ്ടു പ്രഭുജി ഇന്നലെ. അവരുടെ അവസ്ഥയില് എന്താണ്, അവരപ്പൊ എന്തുമാത്രം ഭഗവാനോട് പരാതി പറഞ്ഞാലായിരിക്കണം. അപ്പൊ നമ്മള് എന്തിനാണ് ഭഗവാനോട് പരാതി പറയുന്നത്? നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് ഭഗവാൻ, അല്ലേ? എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, അല്ലേ? നമുക്കൊരു വീട്, ഷെൽട്ടർ, നമുക്ക് ബന്ധുജനങ്ങള് എല്ലാവരെയും ഭഗവാൻ തന്നിട്ടുണ്ട്. മക്കളും കൊച്ചുമക്കളും എല്ലാം ആയിട്ടുണ്ട്, അല്ലേ? നമ്മൾ എന്നിട്ടും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇത് പോരാ പോരാ എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കി കാണണം, ഞാൻ അല്ലേ? അപ്പൊ നമ്മൾ എത്രയോ രക്ഷയില്ല. എത്രയോ ഇനി ഉയർന്ന ബാക്കിയുള്ളത് ഭഗവാൻ എത്രയോ നമ്മളോട് കൃപയുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. എന്നിട്ട് നമുക്ക് ഭഗവാന്റെ സേവ ചെയ്യാനായിട്ട് എന്തിനാ മടി? അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് പാഠം എടുത്ത് പഠിക്കുക. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്, ഭഗവാൻ എത്ര കൃപ നമ്മളിൽ ചൊരിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി കാണുക, നമ്മളുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ഓരോരുത്തരും കാര്യം ഈ ഒരു സാഹചര്യം വിടരുത്. നമുക്കെല്ലാം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഖഡ്വാംഗ മഹാരാജാവിന് ഒരു മുഹൂർത്തമായിരുന്ന ആയുസ് പരീക്ഷത്തിന് 7 ദിവസമായിരുന്നു. നമുക്ക് ആ ഒരു നിമിഷം പോലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ വയ്യാത്ത വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈ ഒരു ജീവിതം തന്നു, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്ന് ഭഗവാനെ പറ്റി അറിയാൻ സാധിച്ചു. അപ്പോൾ എന്താണ്, സംശയരഹിതമന്യേ ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. ദയവ് ചെയ്ത് ഇത് കേട്ടിരിക്കുന്നവരൊക്കെ അതാണ്, ഭഗവാനിൽ ഒരു അവിശ്വാസം ഒരിക്കലും ഉണ്ടാകരുത്. ഏത് ജീവിത പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഭഗവാനാണ് അതിന്റെ ഉത്തരവാദിയാണെന്ന് വിചാരിച്ച് ഭഗവാനെ സംശയിച്ച് കൃഷ്ണാബോധത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഒരു സാഹചര്യത്തിലും ആർക്കും തോന്നാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോയവർക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം അവര് തിരിച്ചു വരാനും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും കൃഷ്ണാബോധത്തിൽ നമുക്ക് മുഴുകാനും നമുക്ക് 3 പ്രാവശ്യം അവർക്ക് വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മൾ ഇനി ഹരിനാമ കീർത്തനമാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ
ഇത് രണ്ടും മനസ്സിലായി, സംശയങ്ങളൊന്നും ഇല്ലാന്ന് ഹരിനാമകീർത്തനം കൂടി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. അതിനിടയ്ക്ക് എല്ലാവരും സ്വാമിജി ഒക്കെ ഞാൻ എക്സിറ്റ്. എക്സിറ്റ് ആയിക്കോട്ടെ, ഒരു എക്സിറ്റ് കാര്യമോടെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ. മാതാജി എക്സിറ്റ് ആയിക്കോ. ഒരു കാര്യമോടെ പറഞ്ഞിട്ട് നമ്മള് പ്രേമ വൃന്ദാവനത്തിന്റെ ഞാൻ ഒരുപാട് നാളായിട്ട് ആലോചിച്ചിരുന്ന 4 വർഷമായി തുടങ്ങിയിട്ടും അതിന്റെ ഫേസ്ബുക്ക് വാട്സപ്പ് പേജുകള് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കാര്യം ഒരു പ്രഭു ഒരു സേവയായിട്ട് ഏറ്റെടുത്താണ്. കാര്യം എനിക്ക് സമയം കുറവാണ്. കാര്യം ഈ ക്ലാസ് എടുക്കുക, ജോലിക്ക് പോവൊക്കെ ആയിട്ട്. അപ്പൊ അത് ഒഫീഷ്യലി ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിലെല്ലാവരും കയറുക. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിന് 15,000 രൂപയാണ് ഈ സൂം ഒരു വർഷത്തേക്കിന്. അപ്പൊ ഈ സൂമിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഫേസ്ബുക്ക് ലൈവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പൈസ ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ജസ്റ്റ് ഏപ്രിൽ മാസത്തിൽ 15,000, ഇപ്പൊ 5 പ്രാവശ്യമായി ഇപ്പൊ 15,000 രൂപ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സൂമിന് ഇങ്ങനെ ഈ പെയ്ഡ് വേർഷൻ എടുക്കുന്നതിന് അങ്ങനെയാണ്, റെക്കോർഡൊക്കെ ചെയ്യാനുള്ള ഓപ്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും തന്നെ എന്താണ് നമുക്ക് ഫേസ്ബുക്കിൽ ലൈവിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ലൈവിലേക്ക് പോകാവുന്ന ഒരു രീതിയിലേക്ക് ആകണം. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് എല്ലാവരും ആയി കഴിയുന്ന സമയത്ത്, എല്ലാവരും യൂസ് ചെയ്യാൻ പഠിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് മാറാം. എന്തായാലും ഈ ഒരു വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ. പക്ഷെ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് വരണം. അപ്പം അപ്പൊ എല്ലാവരും അത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. അത് ഇനി അതിന്റെ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയതാണ്, അത് പറ്റുന്നില്ല. ഷെയർ കുട്ടികളോട് ചെയ്യാനൊന്നും പറഞ്ഞെന്ന് പറ്റുന്നില്ല. ശരിയാക്കി തരും മാതാജി. കുട്ടികളോട് പറഞ്ഞാൽ മതി. എന്താണ് അനി മാതാജി എക്സിറ്റ് ആയിക്കോ. ഗീതാ മാതാജി. അപ്പൊ നമ്മള് 32ാമത്തെ അല്ലേ ഇന്ന് എടുക്കണ്ടേ? 32 ഏത് പദ്യം? അതെ, 32ആണോ? സബിത മാതാജി ഓർമ്മയുണ്ടോ? ഞാൻ പോസ്റ്റ് നോക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. മാതാജി തൊട്ടിട്ടാണ് എടുക്കണ്ടേ. ആയാണോ? ഹരേ കൃഷ്ണ. അടുത്തത് ഘർമാധവം കുളിർനിലാവെന്ന് തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജ പത്നിയും പിരിഞ്ഞളവ് തന്നെ തിരിഞ്ഞു മറകിച്ചാ മൃഗാക്ഷികളെ വൃന്ദാവനത്തിലത നാരായണായ നമാം. അപ്പൊ എന്താണ്? ഘർമാധവം കുളിർനിലാവെന്ന് തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജ പത്നിയും പിരിഞ്ഞളവ് തന്നെ പിരിഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലത് നാരായണ നമഃ. ഒന്നും മനസ്സിലായില്ല. മലയാള ഭാഷയാണ് എഴുതിയിരിക്കുന്നത്, ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഘർമാധവം, അതായത് ഈ ചൂട് എന്ന് പറഞ്ഞ വിരഹതാപം അല്ലെ? അതെനിക്ക് സഹിക്കാൻ വയ്യ എന്ന് ആരോട് തമ്പിയോട് പറഞ്ഞു. ആര്? അണ്ണൻ തമ്പിയോട് പറഞ്ഞു. അണ്ണൻ ആരാണ്? ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുജനായിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു. എന്താണ്? ലക്ഷ്മണനോട് പറഞ്ഞു. ഈ സീതയെ വിരഹിച്ചിട്ടുള്ള ഈ വിരഹതാപം എന്ന് പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചുട്ടുപൊള്ളുന്നു അല്ലേ? ചെമ്മയെ പറഞ്ഞു നിജ പത്നി പിരിഞ്ഞളവ്, പത്നിയെ പിരിഞ്ഞിട്ടുള്ള ആ ഒരു ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്നെ പിരിഞ്ഞു മറിയിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലത് നാരായണായ നമഃ. അപ്പൊ ഭഗവാൻ ഈ ദുഃഖമൊക്കെ ആരോടാ എന്ന് പറഞ്ഞത്? മൃഗങ്ങളോടും, അവിടെ ചെന്ന മാൻപേടയോടും, പക്ഷികളോടും, കുയിലിനോടും, തത്തയോടും, ഇവരോടൊക്കെ ചെന്ന് പറഞ്ഞു അല്ലെ? സന്യാസിമാരോടൊക്കെ പറഞ്ഞു, സീതാദേവി എന്നെ വിട്ട് പിരിഞ്ഞു അല്ലെ? ഈ ചന്ദ്രനോട് പറഞ്ഞു എന്താണ്? നിന്റെ ഈ ശീതളമായ ഈ പറയുന്ന ഈ നിലാവ്, അല്ലെങ്കിൽ എല്ലാവർക്കും ആനന്ദവും മധുരവും നൽകുന്ന ആ നിലാവ് എന്നെ എന്താണ് ചുട്ടുപൊള്ളുന്ന പോലെ എനിക്ക് തോന്നുവാണ്. എന്താണ് കാര്യം? സീതാദേവി ആരുടെ ഗോത്രജയാണ്? ചന്ദ്ര വംശജയാണ് അല്ലെ? ചന്ദ്രന്റെ വംശജയാണ്. അത് സുന്ദരിയാണെന്നാണ്. ചന്ദ്രമുഖി എന്ന് പറഞ്ഞാൽ സുന്ദരിയാണ് അല്ലെ? അപ്പൊ സീതാദേവിയെ, അശോകവനിയിലിരിക്കുന്ന സീതാദേവിയെ തഴുകിയിട്ട് വന്ന് എന്നെ സ്പർശിക്കുമ്പോൾ ആ നിലാവ് എന്താണ്? എനിക്ക് അതികഠിനമായ പൊള്ളലാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പറയുവാണ് അല്ലെ? അപ്പൊ ഇത് ചോദിച്ച ആരാണ്? വൃക്ഷങ്ങളോടും സന്യാസി വര്യന്മാരോടും അതുപോലെ തന്നെ മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ, കുയിലിനോടും കുരുവിയോടും എല്ലാം ഇങ്ങനെ ചോദിച്ചു നടന്നു, ഭഗവാൻ അന്വേഷിച്ച് നടന്നു. ഇവരൊക്കെ എന്ത് ചെയ്തു? കൃഷ്ണാവതാരത്തിൽ വൃന്ദാവനത്തിൽ ഗോപികമാരായിട്ട് പിറന്നു. ശ്രീകൃഷ്ണാവതാരത്തിൽ ഇവരെല്ലാം ഗോപികമാരായിട്ട് പിറന്നു. ഈ സന്യാസി വര്യന്മാരും ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ. ശ്രീരാമചന്ദ്രൻ ആരാണ്? സീതാദേവിയെ അന്വേഷിച്ച്, നിങ്ങൾ കണ്ടോ? നിങ്ങൾ എങ്ങാനും കണ്ടോ? പത്മലേഷണി പത്മാക്ഷിയെ എവിടെയെങ്കിലും, വനദേവതമാരെ നിങ്ങൾ കണ്ടോ? വനജോത്സനയായ സീതാദേവി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുറേ
ഇത് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോ, നിങ്ങൾ പത്മേഷണയെ കണ്ടോ, നിങ്ങൾ ആ മൃഗാക്ഷിയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരോടും ചോദിച്ചു നടക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു നടന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? പിറ്റേ അവതാര കാലത്ത്, ശ്രീകൃഷ്ണ അവതാര കാലത്ത് അവരൊക്കെ ഗോപികമാരായി. ഗോപികമാരായിട്ട് പിറന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഭഗവാനെ അന്വേഷിച്ചിട്ട് അവര് തിരിച്ചെന്താ ചെയ്തു? ഓരോരുത്തരോടും ചോദിച്ചു നടക്കുകയാണ്. എന്താണ്? നിങ്ങളെങ്ങാനും എന്റെ കൃഷ്ണനെ കണ്ടോ? കദംബ വൃക്ഷമേ, നിന്നിൽ ഇന്നലെയും കൂടെ കൂടിയിരുന്ന ഭഗവാനെ നീ കണ്ടോ? അതുപോലെ ഈ മുളന്തണ്ട് ഒടിച്ചിട്ടില്ലേ ഭഗവാൻ പുല്ലാങ്കുഴലിലൂടെ? അല്ലയോ ഈ മുളവൃക്ഷമേ, നീ എങ്ങാനും കണ്ടോ? ഈ ഗോവിന്ദനെ എവിടെയെങ്ങാനും നീ കണ്ടോ? അതുപോലെ തന്നെ എന്താണ്? യമുന നദി, നീ എന്താണ് ഭഗവാന്റെ സഖിയല്ലേ, നീ എങ്ങാനും ഭഗവാനെ കണ്ടോ? എങ്ങാനും കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിച്ച് ഈ നദികളോടും ഭഗവാനെ അന്വേഷിച്ചിട്ട് ഇവരെ ഓരോരുത്തരും നടക്കുക. അവിടെ വെച്ചിട്ട് ഭഗവാൻ ഇവരെ അന്വേഷിച്ച് നടന്നപ്പം ശ്രീകൃഷ്ണാവതാരത്തിൽ എന്ത് ചെയ്തു? ഇവർ ഓരോരുത്തരും ഭഗവാനെ അന്വേഷിച്ച് ഗോപികമാര് നടന്നു. കൃഷ്ണനെ അന്വേഷിച്ച് നടന്നു. അന്വേഷിച്ച് നടന്നു. അതാണ് ആ ശ്ലോകം. ഇനി അടുത്തത്, ജ്ഞാനം ജ്ഞാനം കണക്കയുടനഞ്ചരങ്ങളുടെ കണക്കയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു ഊനം നട്ടഞ്ചരിക്കുപത വരുത്തിയൊരു കൂനോരു നട്ടഞ്ചരിക്കുവതാ ദാസിയെ കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലയാള് ഒന്നല്ലയാള് ഹരിനാരായണായ നമ. ഹരിനാരായണായ നമ. ജ്ഞാനം, എന്ന അക്ഷരം എങ്ങനെയായിരിക്കുന്നത്? ഒരുപാട് വളവുകളുള്ള ഇതല്ലേ? ഇതേപോലെ തന്നെ ആ, എന്ത് ചെയ്തു? ഒരു കൂനി ഉണ്ടായിരുന്നു അല്ലെ? എന്ന അക്ഷരത്തിനും കൂടെ നാണക്കേട് വരുത്തുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു കൂനി. ആ കൂനി ആരായിരുന്നു? ത്രിവക്ര, 3 വളവുള്ള കൂനി. അതിനെ ഒരു കുബ്ജ എന്നാണ് പറയുന്നത്. കുബ്ജ, ത്രിവക്രയായിട്ടുള്ള ഒരു കൂനി ഉണ്ടായിരുന്നു. ഈ കൂനി എവിടെയായിരുന്നു ഇരുന്നത്? കംസന്റെ രാജകൊട്ടാരത്തിലെ അടിമ സ്ത്രീ ആയിരുന്നു അല്ലെ? അവരെന്താണ്? കംസന് ദേഹത്തിടാനുള്ള കുറിക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന ആളാണ് അല്ലെ? അപ്പൊ ഇവര് അധികം പ്രായമൊന്നും ഇല്ലെങ്കിലും ഇവരെ എന്താണ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് പ്രായം തോന്നും. കാര്യം 4-5 വളവുകളായിട്ട് ഇങ്ങനെയാ പോകുന്നത് അല്ലെ? വേച്ച് ഒരു കാലെടുത്ത് ഇവിടെ വെക്കുമ്പോൾ മറ്റേ കാലം അവിടെ ആയിരിക്കും അല്ലെ? അടുത്ത വെച്ച് അവർ അങ്ങോട്ട് പോവുകയാണോ എന്ന് വിചാരിച്ച് നോക്കി കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്. നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവർ വഴിയെ പോകുന്നവരൊക്കെ കല്ലും പെറുക്കി എറിഞ്ഞ് കളിയാക്കി എന്ത് ചെയ്തു? ഇവരാകെ ഭരിതരായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലെ? ഈ സമയത്താണ് ശ്രീകൃഷ്ണനും ബലരാമനെയും കൊണ്ടുവരാൻ അക്രൂരൻ എന്ത് ചെയ്തു? വൃന്ദാവനത്തിൽ ചെന്ന് ശ്രീകൃഷ്ണ ബലരാമനും കൂടെ മല്ലയുദ്ധത്തിന് ക്ഷണിച്ച് കംസന്റെ രാജധാനിയിലേക്ക് വരികയാണ്. അപ്പൊ ഈ സമയത്ത് ഈ ഓണം വെച്ച് കൃഷ്ണ ബലരാമന്മാരെ കാണാൻ വേണ്ടിയിട്ട് നല്ല തിക്കും തിരക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നല്ല തിക്കും തിരക്കും നടന്ന് എല്ലാരും നോക്കുമ്പോ ഈ കൂനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ കൂനി. അപ്പൊ ആൾക്കാരെ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു? ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ അവരെ കണ്ടു അല്ലെ? അപ്പൊ എങ്ങനെയാണ് കണ്ടത്? അപ്പൊ ഭഗവാൻ കണ്ടു, സുന്ദരി ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. സുന്ദരി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പം എന്നെ അല്ലല്ലോ വിളിച്ചത് അല്ലെ? എനിക്ക് എവിടെയാ സൗന്ദര്യം ഇരിക്കുന്നത് അല്ലെ കൂന? അപ്പൊ എന്നെ അല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതെ, നിന്നെ തന്നെയാ വിളിക്കുന്നത്, ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഈ എന്നെ കളിയാക്കാനായിട്ട് വിളിക്കുകയായിരിക്കും. സുന്ദരി എന്നൊക്കെ വിളിച്ച് എന്തിനാ കളിയാക്കുന്നതെന്ന് കൃഷ്ണൻ അടുത്ത് വന്നപ്പോ ചോദിച്ചു. എന്നെ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? ഇത്രയും പേരൊക്കെ കളിയാക്കി ഞാൻ എത്രയോ നാളായിട്ട് സഹിക്കുന്നതാണല്ലേ, എന്തിനാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ ശരിയായിട്ടാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ശരീരത്തിന്റെ സൗന്ദര്യം അല്ല, ഞാൻ കണ്ടത് എന്താണ്? മനസ്സിന്റെ സൗന്ദര്യമാണ് കണ്ടത് എന്ന് പറയും അല്ലേ? അപ്പൊ അങ്ങനെ അവരോട് ചോദിക്കുന്നു, എനിക്ക് ഈ കുറിക്കൂട്ടം ഇട്ട് തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ആര്? ഭഗവാൻ ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു, ഇത് കംസനുള്ളതാണ്, കംസൻ ദേഷ്യപ്പെടുമെന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? സാരയില്ല, കംസന്റെ ആ ഒരു കാര്യം ഓർക്കണ്ട, എനിക്കിപ്പോ തൽക്കാലം നിന്ന് ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ ഈ കുറുക്കുകൂട്ടുകളൊക്കെ ഇട്ടുകൊടുത്തു. ഭഗവാൻ സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ എന്താണ് ചെയ്തത്? അവരുടെ കാലിൽ അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് അവരുടെ താടിയെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി. ഇങ്ങനെ ഒന്ന് പൊക്കി കഴിഞ്ഞപ്പോൾ എന്ത്? അവരുടെ വളവുകളെല്ലാം മാറി അവർ അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയായി മാറി. അപ്പം ഇത് ആരായിരുന്നു? ഈ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു രാക്ഷസ സ്ത്രീയാണ് ഈ കൂനിയായിട്ട് വന്ന് പിറന്നത്, കുബ്ജയായിട്ട് വന്ന് പിറന്നത്. ആരായിരുന്നു? ശൂർപ്പണഖ. ശ്രീരാമചന്ദ്ര ഭഗവാനെ കിട്ടാനായിട്ട് ആഗ്രഹിച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ആഗ്രഹം സാധിക്കാതെ വന്നു. അങ്ങനെ ലക്ഷ്മണൻ നാസികാ കുജങ്ങളൊക്കെ ഛേദിച്ചു. അങ്ങനെ ഒരു സ്ത്രീയോടൊരു അപരാധം ചെയ്തു എന്നുള്ള ഒരു
ആ, ഖ്യാതി ഭഗവാന് ഉണ്ടായിരുന്നു അല്ലെ. ഒരു സ്ത്രീയോട് ഇത് കാണിച്ചു, ഒരു സ്ത്രീയുടെ നാസികാകുചങ്ങൾ ഛേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കാര്യമല്ലേ. സീതാദേവിയെ ആക്രമിക്കാൻ വന്നത് കൊണ്ടാണ് അത് ചെയ്തത്. പക്ഷെ എപ്പോഴും ഭഗവാന്റെ പേരിൽ അതൊരു ഇതായിട്ട് കിടക്കുവാണ് അല്ലെ. മര്യാദാ പുരുഷോത്തമനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു കാര്യം ലക്ഷ്മണനാണ് ചെയ്തതെന്ന് പറഞ്ഞാലും ഭഗവാനെതിരെ ഒരു അപവാദമാണ് അല്ലെ. അപ്പൊ ആ അപവാദം എന്ത് ചെയ്തു, ഇവിടെ തീർത്തു കൊടുത്തു. കൂനിയായിട്ടുള്ള ആ സ്ത്രീയെ ഭഗവാൻ അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയായിട്ട് മാറ്റി അല്ലെ. കൂനൂരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും, മനോജ്ഞാംഗി അതിസുന്ദരിയായിട്ടുള്ള യുവതിയാക്കി മാറ്റി. അത്രയും നാള് കളിയാക്കിയവരൊക്കെ ഇപ്പൊ എന്താണ്, അവരുടെ പുറകെ നടക്കുകയാണ് അല്ലെ. അതിസുന്ദരിയായിട്ടുള്ള യുവതിയാക്കി മാറ്റി. ഒന്നല്ലേ ആള് ഹരിനാരായണ, ഇത് ചെയ്തു തരാനായിട്ട് ആർക്കേ പറ്റുള്ളൂ, ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. കൂനൂരു ദാസിയെ മനോജ്ഞാക്കി. ഭഗവാൻ കാണുന്ന ആരുടെയും നമ്മളുടെ ശരീര സൗന്ദര്യമോ നമ്മളുടെ ശാരീരിക അവസ്ഥയോ അല്ല, നമ്മുടെ വസ്ത്രത്തിന്റെ മികവോ നമ്മളുടെ ബംഗ്ലാവോ ഒന്നും അല്ല കാണുന്നത് അല്ലെ. ഭഗവാൻ കാണുന്നത് എന്താണ്, നമ്മളുടെ ഹൃദയത്തെ മാത്രമാണ് കാണുന്നത് അല്ലെ. ഭഗവാനെ നമ്മൾ കാണണമെന്നില്ല, ഭഗവാൻ നമ്മളെ കാണുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഹൃദയം നിർമ്മല്യമാക്കി വെക്കുക. അപ്പൊ ഈ കൂനിക്ക് ഭഗവാനെ കാണാനായിട്ട് പറ്റിയില്ലെങ്കിലും ഭഗവാൻ കണ്ടു, കൂനിയെ കണ്ടു അല്ലെ. നമ്മൾ ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിച്ച് ഭഗവാനെ കണ്ടില്ലെങ്കിലും ഭഗവാൻ നമ്മളെ കാണും എന്നുള്ളത് നമ്മൾ ഓർക്കുക എല്ലാവരും. അതുപോലെ ഇനി ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം. എന്തെങ്കിലും സംശയമോ അല്ല എന്തെങ്കിലും ചോദിക്കാനുള്ളവർക്ക് ഇരിക്കാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധ്യഭ്യശ്ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്റെ കീ ജയ്. കേട്ടോ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ലീവ് ആവുകയാണേ, ലീവ് ആവുക. ചെയ്തോളൂ കുഴപ്പമില്ല. ഞാൻ വെറുതെ പറഞ്ഞോളൂ. ലീവ് ക്ലാസ് കഴിഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.